ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈം കോംപ്ലക്സിറ്റിനെ കുറിച്ചാണ്. അതിൻ്റെ പാർട്ടായിട്ട് ഞാൻ കുറച്ച് സ്പേസ് കോംപ്ലക്സിറ്റിനെ കുറിച്ചും പറയും. ഈ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഡാറ്റ സ്ട്രക്ചറിൻ്റെ ആൽഗോരിതത്തിൻ്റെ പാർട്ടാണ്. അപ്പം ഈ വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് ഫസ്റ്റ് ടൈമാണ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, DSൻ്റെ തിയറി. അപ്പം ഈ വീഡിയോ നിങ്ങളെല്ലാവരും ആദ്യം കാണുക, അത് കണ്ടിട്ട് ഈ വീഡിയോ പിന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി. ആ വീഡിയോൻ്റെ ലിങ്ക് ഒന്നെങ്കിൽ നമ്മുടെ മേലത്തെ ഐ ബട്ടണിലോ അല്ലെങ്കിൽ താഴത്തെ ഡിസ്ക്രിപ്ഷനിലോ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് എടുക്കാം. അപ്പം നമുക്കറിയാം ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി, ഡാറ്റ സ്ട്രക്ചറിൻ്റെ ആൽഗോരിതത്തിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം സോൾവിങ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. അല്ലെങ്കിൽ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ, നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, നമ്മളൊരു ആൽഗോരിതം എഴുതുമ്പോൾ, എന്ത് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം കോംപ്ലക്സിറ്റി ആണ്. കാരണം എന്താ, ഇത് ഭയങ്കര കോറിലേറ്റഡ് ടു എന്താണ്, കോസ്റ്റ് ആണ്. ഓക്കെ, എത്രത്തോളം ടൈം കോംപ്ലക്സിറ്റി നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റും അത്രത്തോളം കോസ്റ്റ് നമുക്ക് സേവ് ചെയ്യാം. അതാണ് ഒരു കമ്പനിക്ക് ഏറ്റവും ഇഷ്ടം, അല്ലേ? നിങ്ങൾ ബിടെക് പഠിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റ് ഉണ്ടാവും നിങ്ങളുടെ കോഴ്സിൽ, അതായത് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് ആൽഗോരിതം എന്ന് പറഞ്ഞിട്ട്, അല്ലേ? ഡാ എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ സബ്ജക്റ്റും മെയിനായിട്ട് ടൈം കോംപ്ലക്സിറ്റി അല്ലെങ്കിൽ ആൽഗോരിതത്തിനെ അനലൈസ് ചെയ്യുക അതിനെ കുറിച്ചുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ മോസ്റ്റ്ലി നമ്മൾ ഫോക്കസ് ചെയ്യൽ ടൈം കോംപ്ലക്സിറ്റിയിലാണ്. അതിൻ്റെ ഒരു സൈഡ് പാർട്ടായിട്ട് നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി എവിടെയെങ്കിലും എക്സാംസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അതും നോക്കും. കാരണം ഇത് കുറച്ചുകൂടി കമ്പാരിറ്റീവ് ഭയങ്കര ഈസി ഉള്ള ടോപ്പിക്കാണ് സ്പേസ് കോംപ്ലക്സിറ്റി. പക്ഷേ ഇത് അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. ടൈം കോംപ്ലക്സിറ്റി അറിഞ്ഞിരിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഓക്കെ, നേരത്തെ പറഞ്ഞാൽ നമ്മൾ DSA തിയറിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ്, ഏതൊക്കെ കോംപ്ലക്സിറ്റീസ് ആണ് ബെറ്റർ. ഇപ്പം O(n) ഉണ്ട്, n² ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക n³ log n, അങ്ങനെ പല ടൈപ്പ് ഉണ്ടല്ലോ. ഏതാണ് ബെറ്റർ എന്താണെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നമുക്ക് ആദ്യം ഈ ബിഗ് ഓ നൊട്ടേഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ വീഡിയോസ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുന്നത് കൂടി നിങ്ങൾക്ക് പറയാം. നമ്മൾ ആദ്യം ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളാണെങ്കിലും ഒന്ന് നമ്മൾ എന്താ കവർ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ ഈ ബിഗ് ഓ നൊട്ടേഷൻസ്, അല്ലെങ്കിൽ ബിഗ് ഓ, പിന്നെന്താ ഉള്ളത്, തീറ്റ, പിന്നെ ഈ ഒമേഗ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ നൊട്ടേഷൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ബിഗ് ഓ നൊട്ടേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെന്താ നമ്മൾ നോക്കുന്നുണ്ട്. രണ്ടാമത്തത്, ഇതിൽ ഞാൻ കൂടുതൽ ടൈം ഫോക്കസ്, നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ആകെ ബിഗ് ഓയിൽ മാത്രമാണ്. മറ്റുള്ള ആവറേജ് കേസും ബെസ്റ്റ് കേസും അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ബേസിക് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മൾ ടൈം കോംപ്ലക്സിറ്റിനെ കുറിച്ച് ഒരു ഓവറൽ ഐഡിയ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഞാൻ രണ്ട് രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഒന്ന് നമ്മൾ നോർമൽ ആൽഗോരിതംസ്. ഓക്കെ, അത് ഏതാണ്, ലീനിയർ ആൽഗോരിതംസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ലീനിയർ ആൽഗോരിതംസ്, അതായത് ഒരു എന്തെങ്കിലും ഫോർ ലൂപ്പും കാര്യങ്ങളും അല്ലെങ്കിൽ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ലീനിയർ. രണ്ടാമത്തെ റിക്കേഷൻസ്. ഓക്കെ, റിക്കേഷൻസ്. ഇതെന്തിനാ ഞാൻ ഇങ്ങനെ രണ്ടാക്കി ഡിവൈഡ് ചെയ്യുന്നത് വെച്ചാൽ ഈ റിക്കേഷൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടാണ് പലർക്കും ഉള്ളത്. ഓക്കെ, അത് കുറച്ച് ഡിഫിക്കൽട്ട് ടോപ്പിക്കാണ്. കാരണം ഒരു ഫംഗ്ഷൻ തന്നെ ആ ഫംഗ്ഷനെ വിളിക്കുക. റിക്കേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ആ ഫംഗ്ഷനുള്ളിൽ നമ്മൾ കുറേ ആൽഗോരിതം, അതിൻ്റെ ഉള്ളിൽ ലാസ്റ്റ് ആ ഫംഗ്ഷൻ നമ്മൾ വീണ്ടും വിളിക്കുന്നതിനാണ് റിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേഷൻ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷേ ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ലീനിയറിൽ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യും, ഈ ലൂപ്പിംഗ് കണ്ടീഷൻസിലൊക്കെയാണ് കൂടുതൽ ടൈം കോംപ്ലക്സിറ്റി എടുക്കുക. അതെന്തുകൊണ്ടാണ്, എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, എങ്ങനെയാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ് ഒക്കെ മാറുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻസ് മാറുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുക. റിക്കേഷനിൽ രണ്ട് സാധനമുണ്ട്. ഒന്ന് മാസ്റ്റേഴ്സ് തിയറം, അല്ലേ? ഈ മാസ്റ്റേഴ്സ് തിയറത്തിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഫോളോ ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ കാണാപ്പാഠം പഠിച്ചവരൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നവർക്ക് എങ്ങനെയാണ് റിക്കേഷനിൽ ഇത് കണ്ടുപിടിക്കാമെന്ന് പറയും. പക്ഷേ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതല്ല. കാരണം എനിക്കിത് പേഴ്സണലി ഒരു ഇക്വേഷൻ കാണാപ്പാഠം പഠിച്ചിട്ട് എന്തായാലും ഒരു ആൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി മര്യാദയ്ക്ക് കണ്ടുപിടിക്കാനില്ല. കാരണം ഈ ഇക്വേഷനിലുള്ള ഓരോ വേരിയബിൾസിൽ ഇപ്പം മാസ്റ്റർ തിയറംസിൽ ഇങ്ങനെ T(n) = ഇങ്ങനെ ഒരു ഇക്വേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കറക്റ്റ് അറിയില്ല ഓരോന്ന് എന്തൊക്കെയാണ് ഇവിടെ ഇടേണ്ടത്, എങ്ങനെയാണ് ഈ ഓരോ വേരിയബിൾസ് മാറുന്നതെന്നൊക്കെ അറിയണമെങ്കിൽ ആ ആൽഗോരിതത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം എന്നുള്ള സ്ഥിതിക്ക്, അത് ഓൾറെഡി മനസ്സിലാക്കുന്ന സ്ഥിതിക്ക് ഞാൻ എന്ത് ചെയ്യും, ഇതിന് നമ്മൾ കുറച്ചുകൂടി ഇൻഡ്യൂഷൻ രീതിയിൽ എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കാൻ നോക്കുക. ഓക്കെ, നമ്മൾ ഇൻഡ്യൂഷൻ മെത്തേഡിലൂടെയാണ് നമ്മൾ ഈ റിക്കേഷൻ ഇത് കണ്ടുപിടിക്കുക. ഈ സെയിം സാധനം തന്നെയൊക്കെ നമ്മൾ ലീനിയറിലും എല്ലായിടത്തും യൂസ് ചെയ്യുന്നത് നമ്മൾ ഇൻഡ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ മുന്നത്തെ ലീഡ് കോഡിൻ്റെ പ്രോബ്ലം സോൾവിങ് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകട്ടെ ഞാൻ എങ്ങനെയാണ് അതിൽ ഓരോ ആൽഗോരിതത്തിനും ടൈം കോംപ്ലക്സിറ്റി പറഞ്ഞിട്ടുള്ളത്, എങ്ങനെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ മുമ്പത്തെ വീഡിയോ ലീഡ് കൊണ്ട് ഓരോ പ്രോബ്ലം വീഡിയോസിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റി അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ എക്സ്പ്ലനേഷനിലൂടെ നമ്മൾ അതിലേക്ക് എത്തിയത്. ആ സെയിം മെത്തേഡ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. പക്ഷേ ആസ് എ ബിഗിനർ നിങ്ങൾക്ക് ഞാൻ ഇതിന് സ്റ്റാർട്ടിംഗ് തൊട്ട് പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് നമ്മൾ ഫസ്റ്റത്തെ പോയിന്റിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിഗ് ഓ നൊട്ടേഷൻ എന്നാണ്, പക്ഷേ ശരിക്കും അസിംപ്റ്റോട്ടിക് നൊട്ടേഷൻ എന്നാണ് പറയുക. ഓക്കെ, ഇതൊരു മാത്തമാറ്റിക്കൽ യൂസേജ് ആണ്, വേർഡാണ്. ഇതൊന്നും നിങ്ങൾ കാണാപ്പാഠം പഠിക്കൽ മനസ്സിലാക്കുക അല്ല, ജസ്റ്റ് ഇതിന് ജനറിക് ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ അതിനൊരു പേരിട്ടു, അത്രേ ഉള്ളൂ, ഒരു പേരാണെന്ന് വിചാരിക്കുക. കൂടുതൽ അതിനെക്കുറിച്ച് ആലോചിക്കണ്ട. അപ്പം ബിഗ് ഓയിൽ ഈ അസിംപ്റ്റോട്ടിക് നൊട്ടേഷനിൽ 3 ആൾക്കാരുള്ളത്. അതിലൊന്നാണ് നമ്മൾ ഈ ബിഗ് ഓ,
ഓക്കെ. രണ്ടാമത്തെ ആളാണ് നമ്മളെ ഒമേഗ. ഓക്കെ, ഒമേഗ നൊട്ടേഷൻ. പിന്നെ മൂന്നാമത്തെ ആളാണ് തീറ്റ. ഓക്കെ, തീറ്റ നൊട്ടേഷൻ. ഓക്കെ ഓക്കെ, ഇത് ബേസിക്കലി മൂന്ന് കേസസ്, ഒരു ആൽഗോരിതത്തിന്റെ മൂന്ന് കേസസിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ മൂന്ന് സാധനങ്ങൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവറേജ് കേസാണ്. ഓക്കെ, ഒരു ആവറേജ് കേസിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. ഓക്കെ, ഒമേഗ എന്ന് പറയുന്നത് ബെസ്റ്റ് കേസാണ്. എല്ലാത്തിനും ബെസ്റ്റ് കേസിൽ എന്ത് സംഭവിക്കും. ബിഗ് ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് കേസ്. ഓക്കെ, വേസ്റ്റ് കേസ്, ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. ഇത് ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പറയാം. അപ്പോൾ നമ്മളൊരു സോർട്ടിങ് ആൽഗോരിതം എഴുതുകയെന്ന് കരുതുക. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇങ്ങനെയാണ് നമുക്കൊരു ഇതിപ്പോൾ നമുക്ക് സോർട്ട് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് അറിയാവുന്ന കുറേ സോർട്ടിങ് ആൽഗോരിതംസ് ഉണ്ട് അല്ലേ. കുറേ സോർട്ടിങ് ആൽഗോരിതംസ് നമുക്ക് ജസ്റ്റ് എന്താ പറയുക, ഒരു ബേസിക് അല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൽഗോരിതം എടുക്കുക. അതായത് നമ്മൾ ജസ്റ്റ് അടുത്തുള്ള ഇങ്ങനെ കമ്പയർ ചെയ്തിട്ട് പോകുന്നത് എന്തെങ്കിലും ചെറുതോ വലുതോ നമുക്ക് സ്വാപ്പ് ചെയ്യേണ്ട, അങ്ങനെ പോകാന്നുള്ള ഒരു ആൽഗോരിതം എടുക്കാന്ന് കരുതുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ആദ്യം മൂന്നിന് എടുക്കും. എന്നിട്ട് മൂന്നിന് എടുത്തിട്ട് ഞാൻ മൂന്നിനേക്കാളും ചെറുതുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കും. അപ്പോൾ ഞാൻ മൂന്നിനേക്കാളും ചെറുതുള്ള ഇവിടെ ഒന്നിനെ കാണും. ഓക്കെ, നമുക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ നോക്കാം എങ്ങനെയാണ് ഈ ആൽഗോരിതം വർക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഒരു ഐഡിയ കിട്ടും ആൽഗോരിതം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ടൈം കോംപ്ലക്സിറ്റി കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഈ മൂന്ന് കാര്യം. അപ്പോൾ ഇതൊരു ബേസിക് എക്സാമ്പിൾ ആട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മളെ ഫസ്റ്റ് ഇറ്ററേഷനിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇറ്ററേഷനിൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത് രണ്ട് വേരിയബിൾ ഉണ്ട്. ഓക്കെ, രണ്ട് ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അടുത്ത ചെറുതാരാ നോക്കുന്നത്. അപ്പോൾ ഒന്നിലെത്തി ചെറുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ പച്ച ഇങ്ങനെ ആദ്യം നാലിലേക്കാരും പിന്നെ ആറിലേക്കും പിന്നെ ഒന്നിലെത്തി നമുക്ക് മനസ്സിലായി മൂന്നിനേക്കാളും ചെറുത്. അപ്പോൾ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട്, ഐയും ജെയും. ഐ ആണ് നമ്മളെ മഞ്ഞ കളർ, ജെ ആണ് നമ്മളെ പച്ച കളർ കേട്ടോ. അപ്പം അത് മറക്കണ്ട. ഐ ആണ് നമ്മളെ മഞ്ഞ കളർ, ജെ നമ്മളെ പച്ച കളർ. ഓക്കെ, ഫസ്റ്റത്തെ ഇറ്ററേഷനിൽ നമുക്ക് ആര് കിട്ടി, ഐ മൂന്നും ജെ നമുക്ക് ഇങ്ങനെ ഓരോരുത്തരത് ഇങ്ങനെ നോക്കി പോവാം. നാല് നോക്കി, 6 നോക്കി, പിന്നെ ഒന്നെത്തി നമുക്ക് കിട്ടി ചെറുതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ സ്വാപ്പ് ചെയ്യും. ഓക്കെ, സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞ ശേഷം 3 മാറി ഇവിടെ 1 അങ്ങനെ മാറുന്നത് ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ 3 അപ്പോൾ ഒന്നിനെ നമുക്ക് കിട്ടി. ഇനി ഒന്നിനേക്കാളും ചെറുതുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പച്ച വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, കാരണം ഫസ്റ്റ് തൊട്ട് വേണമെങ്കിൽ നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾക്ക് അറിയാം ഇതിന് മുന്നുള്ള, അതായത് സ്വാപ്പ് ചെയ്ത വണ്ണിന് മുന്നുള്ള എന്തായാലും വണ്ണിനേക്കാളും വലുത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, സ്വാപ്പ് ചെയ്തു, നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. 1 കഴിഞ്ഞു, അടുത്ത 2, പിന്നെ 0 എത്തിയപ്പോൾ നമുക്ക് വീണ്ടും കിട്ടി, സ്വാപ്പ് ചെയ്യാനുള്ള ഒരാളായി എന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ വീണ്ടും സ്വാപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ആരായി, ഇവിടെ ഇപ്പോൾ 1 0 നമ്മൾ ഇങ്ങോട്ടാക്കി. ഓക്കെ, അപ്പോൾ 0 ഇവിടെ എത്തി. വീണ്ടും പച്ച ഇവിടെ എത്തി, പച്ച ഇവിടെയാണ്, ഇതിപ്പോഴും ഇവിടെ. ഇനി 0നേക്കാളും ചെറുത് ആരെങ്കിലും ഉണ്ടോ, 5 ഇല്ല, ഇവിടെ ആരും ഇല്ല. അപ്പോൾ 0 ആണ് ഇവിടെ ഏറ്റവും ചെറുത്, നമുക്ക് മനസ്സിലായി. നമ്മൾ ഇനി ആൾക്കാരൊക്കെ അപ്ഡേറ്റ് ചെയ്ത്. ഓക്കെ, അപ്പം മഞ്ഞ ഇപ്പോൾ ഇവിടെ എത്തി അല്ലേ. അപ്പം ഒരു റൗണ്ട് ഇപ്പോൾ ഐ നമ്മൾ 1 നോക്കി അല്ലേ, ജെ നമ്മൾ എത്ര നോക്കി, 1 2 3 4 5 6 7, മൊത്തത്തിൽ എത്ര ആൾക്കാരുണ്ട്, 8 ആൾക്കാർ 7 തവണ നോക്കി. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ 7 തവണ ഇവനെ നോക്കി. അടുത്തിൽ ഐ 4 ജെ വീണ്ടും സ്റ്റാർട്ടിങ്ങിൽ നിന്നാണല്ലോ തുടങ്ങുക. ഐ മീൻ ജെ ഐൻ്റെ തൊട്ടപ്പം, കാരണം ഐൻ്റെ മുന്നത്തെ ആൾ എന്തായാലും വലുതാവത്തില്ല, കാരണം നമുക്ക് എപ്പോഴും ലെഫ്റ്റ് സൈഡിലേക്കാണ് ചെറിയ ആളിടേണ്ടത്. അപ്പം നമ്മൾ ജെ നമുക്ക് ഇവിടുന്ന് 6 വീണ്ടും തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ആദ്യം 6 4നേക്കാളും ചെറുതാണോ, അല്ല, പിന്നെ 3 വരുന്നത് അല്ലേ, ഇവിടെ 3 ആട്ടുള്ളത്. അപ്പം 3 ചെറുതാണ്, നമ്മൾ സ്വാപ്പ് ചെയ്തു. അപ്പം ഇതിന് കട്ട് ചെയ്യും, ഇവിടെ 3 എത്തി, ഇവിടെ 4. ഓക്കെ, വീണ്ടും ജെ കണ്ടിന്യൂ ചെയ്യുന്നു. ജെ 2 2 3നേക്കാളും ചെറുതാണോ നോക്കുക, യെസ് ചെറുതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ സ്വാപ്പ് ചെയ്തു, ഇവിടെ 3 എത്തി, ഇവിടെ 2. ഓക്കെ, വീണ്ടും നമ്മൾ ജെ 3 ഇങ്ങനെ അടുത്തേക്ക് പോകണം, ഒന്നിലേക്ക് എത്തി, വീണ്ടും 1 ഇതിനേക്കാളും ചെറുതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും സ്വാപ്പ് ചെയ്ത് ഇവിടെ 1, ഇവിടെ 2. ഇനി നമ്മൾ ജെ വീണ്ടും പോവും. ഓക്കെ, വീണ്ടും 5 7 അപ്പോൾ ഇവിടെ ആരും ചെറുതില്ല. അപ്പോൾ ഇത് ഇങ്ങനെ. ഓക്കെ, ഇപ്പോഴത്തെ നമ്പേഴ്സ് 0 1 6, ഞാൻ ഇവിടെ ഒന്നുകൂടി എഴുതാം, 0 1 6 4 3 2 5 7 ഇങ്ങനെ കേട്ടോ. ഇപ്പോൾ ആരെയും കിടക്കുന്നത്, ഇതും എത്ര തവണ ഇപ്പം പോയി. ഇവിടെ ഇപ്പോൾ ഐ നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇവിടെ ഐ ഒരു തവണ 4ൻ്റെ അടുത്തെത്തി. ജെ വീണ്ടും ബാക്കിയുള്ള എല്ലാ നമ്പറും എത്ര ഉണ്ട്, 6 ആൾക്കാരുണ്ട്. ഈ 6 ആൾക്കാരെ കൂടി വീണ്ടും നോക്കി അല്ലേ. ഇനി വീണ്ടും നമുക്ക് ഐനെ അപ്ഡേറ്റ് ചെയ്യാം. ഐ ഇപ്പം എവിടെ എത്തി, 6 ഓക്കെ, ഇതൊക്കെ കട്ടി. ഓക്കെ, ഇവിടെ 6 ഈ ഏരിയയിലാണ് നിൽക്കുന്നത്. 6 നമുക്കിവിടെ എഴുതാം. പിന്നെ നമ്മളെ ജെ അടുത്ത ആരാ, 4 അല്ലേ. അപ്പം 4 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം 6 4 ചെറുതാണോ നോക്കുക, ചെറുതാണ്. അപ്പോൾ അതിനെ സ്വാപ്പ് ചെയ്യുക, നമ്മൾ ചെയ്ത സെയിം സ്റ്റെപ്പ്. ഓക്കെ, അത് കുറച്ച് ബോറിംഗ് ആയി തോന്നും, പക്ഷേ ഞാനിത് ഫുള്ളായിട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയയും കിട്ടും എങ്ങനെയാണ് നമ്മൾ തിങ്കിങ് പ്രോസസ്സ് പോകണം എന്നുള്ളത്. സ്വാപ്പ് ചെയ്ത് പിന്നെ അടുത്തത് 3-ലെത്തുമ്പോൾ വീണ്ടും നമ്മൾ 3നെ കാണും, വീണ്ടും സ്വാപ്പ് ചെയ്യും അല്ലേ. വീണ്ടും സ്വാപ്പ് ചെയ്യും, ഇവിടെ 3 ഇവിടെ 4. ഓക്കെ, വീണ്ടും ജെ ഇവിടെ എത്തും, 2നെ കാണും, 2നെ കാണുമ്പോൾ എന്തായി, വീണ്ടും സ്വാപ്പ് ചെയ്യണം അല്ലേ. അപ്പം ഇവിടെ 3 ഇവിടെ 2. വീണ്ടും പോകും, 5 ചെറുതല്ല, 7 ചെറുതല്ല. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരിലും പോയില്ലേ. നമ്മളിപ്പോൾ ഇവിടെ ആരൊക്കെ പോയി, 4 പിന്നെ 3 2 5 എല്ലാവരും വീണ്ടും നോക്കി. അതായത് ബേസിക്കലി നമ്മളിവിടെ വീണ്ടും
5 തവണ ഇതിലൂടെ ഓരോന്നിലൂടെ പോയി ഇതൊരു തവണ ആയി. ഓക്കെ, ഇനി അത് തീരാനായി കുറച്ചുകൂടി ഉള്ളൂ. അടുത്തത് ഐ അപ്ഡേറ്റ്. ഞാൻ അരേ വീണ്ടും ഇവിടെ അപ്ഡേറ്റ് ചെയ്ത് രീതി കാണിച്ചു തരാം. ഇപ്പം 0 1 2 6 4 3 5 7. ഓക്കെ, ഇത്ര ആയില്ലേ? ഇനി നമ്മൾ സെയിം സ്റ്റെപ്പ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഐ ഇവിടെ എത്തി. ഐ ഇപ്പം 6ലാണ് കിടക്കുന്നത്. ജെ അപ്പോൾ ഒബ്വിയസ്ലി 4ൽ സ്റ്റാർട്ട് ചെയ്യും അല്ലേ? ഐ 6, യെസ്, കാരണം ഐ ഇവിടെ നേരത്തെ 6 ആയിരുന്നു. വീണ്ടും ഐ 2 ഇവിടെ സ്വാപ്പ് ചെയ്ത് വീണ്ടും അടുത്തിലെത്തി. ഇവിടെ വീണ്ടും 6 തന്നെയാണ്. ഓക്കെ, ജെ ഇപ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ജെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വീണ്ടും 4 അല്ലേ? വീണ്ടും ഇവർ തമ്മിൽ കണ്ടു, ഇവർക്ക് സ്വാപ്പ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? 6ഉം 4ഉം സ്വാപ്പ് ചെയ്ത് ഇവിടെ 4 6ആയി. പിന്നെ പോകുന്നു 3 ചെറുതാണ്, അപ്പോൾ വീണ്ടും സ്വാപ്പായി 3 4ആയി. പിന്നെ 3നേക്കാളും ചെറുതിന് ആരും കാണുന്നില്ല അല്ലേ? അപ്പം ബേസിക്കലി ഇത് 4 3 4 3 5 7. ഇവിടെ എല്ലാവരും പോയി. നമുക്ക് എത്രയായി? 4 തവണ ഇത് പോയി, ഇതൊരു തവണ ഇവിടെ ആയി. വീണ്ടും അര അപ്ഡേറ്റ് ആയി. അരയിൽ ഇപ്പം 3 6 4 7 ആയി. വീണ്ടും നമുക്ക് വാല്യൂസ് ഒക്കെ അപ്ഡേറ്റ് ആയി. ഇവിടെ ഇപ്പം ഐ ആയി. ഓക്കെ, ജെ ഇനി 4 എന്നാണ് തുടങ്ങുന്നത് അല്ലേ? ഐ ഇസ് ഈക്വൽ ടു 6, ജെ ഇസ് ഈക്വൽ ടു 4. വീണ്ടും ഇവർ തമ്മിൽ കാണുന്നു, ഇവർ സ്വാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇത് സ്വാപ്പ് ചെയ്തിട്ട് ആരായി? ഇവിടെ 4 ഇവിടെ 6ആയി അല്ലേ? അടുത്തത് ജെ നോക്കും. എന്താ പറയുക, 4നേക്കാളും ചെറുത് ആരെയും ഉണ്ടോ? 4നേക്കാളും ചെറുത് ഇവിടെ ആരുമില്ല അല്ലേ? അപ്പോൾ അത് 4 6 4 6 അല്ലല്ലോ. ഇവിടെ ജെ ഇവിടെ നല്ല സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ 4 എന്നാണ് തുടങ്ങിയത്. പിന്നെ 5 പിന്നെ 7. 3 ആൾക്കാരിൽ നിന്നാണ് ഇത് നോക്കിയത്. അപ്പോൾ 3 തവണ ഇത് റൺ ചെയ്ത്, ഇത് ഒരു തവണ റൺ ചെയ്തു. വീണ്ടും നമുക്ക് അടുത്ത ഇറ്ററേഷനിൽ എനിക്കൊന്ന് തീരാനായിട്ടോ. ഐ ഇസ് ഈക്വൽ ടു വീണ്ടും 6 ആണ്. പക്ഷേ ഈ പ്രാവശ്യം ജെ ആരാണ്? ജെ ഇസ് ഈക്വൽ ടു ഈ പ്രാവശ്യം ജെ ആരാണ്? ജെ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഐ ഇവിടെ നിന്ന് തുടങ്ങി. ജെ ഇപ്പം 5 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. 5. അപ്പം 6ഉം 5ഉം ചെറുതാണോ? അതേ ആണ്. അപ്പം ഇവർ തമ്മിൽ സ്വാപ്പായി അല്ലേ? അപ്പോൾ ഇവിടെ 5ആയി, ഇവിടെ 6ആയി. അടുത്തത് ജെ ഇസ് ഈക്വൽ ടു 7. 7ഉം 5ഉം ചെറുതാണോ ആണോ നോക്കുക. അല്ല, ഡിഫറൻസ് ഇല്ല. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ. ഇവിടെ ഒന്നും കിട്ടിയില്ല. അടുത്തത് ഐ ഇസ് ഈക്വൽ ടു ആരായി? ഐ ഇനി 6 ആയി. ഓക്കെ, ഐ വീണ്ടും 6, ഇത് 7 അല്ലേ? ഇത് നോക്കണം, 6നേക്കാളും ചെറുതാ 7 അല്ല. അപ്പോൾ നമ്മൾ റൗണ്ട് കൂടി എന്തായാലും ഇവിടെ ഏതാ? 6, ജെ ഇസ് ഈക്വൽ ടു 7 കഴിഞ്ഞു. സോർട്ടഡ്. ഇപ്പോൾ ലാസ്റ്റ് ആൻസർ ഇപ്പോൾ എത്ര? 0 1 2 3 4 5 6 7 എന്നുള്ളത് കിട്ടി അല്ലേ? ഇത്ര കിട്ടി. നമ്മളിപ്പോൾ എത്ര തവണ ഇതിലൂടെ പോയി ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് ഐ എത്ര തവണ ഓരോന്ന് പോയി എന്ന് ജസ്റ്റ് നോക്കി നോക്കിയാൽ എനിക്ക് ഇവിടെ ഞാൻ ഇവിടെ ഒരു കൗണ്ടറൊക്കെ ഒക്കെ ഐ എത്ര തവണ പോയി എന്നുള്ളത്. ഐ ഇവിടെ 1 2 3 4 5 6 ഇവിടെ ഒന്നുകൂടി 7 തവണ നമ്മൾ ഐ എന്തായി ഈ ലൂപ്പിലൂടെ പോയി. ജെ എത്ര തവണ പോയി? ഇവിടെ 7 തവണ പോയി. ഇവിടെ 6ആയി. ഇവിടെ 5, ഇവിടെ 4 3 2 1. ഇതിനെന്താ പറയില്ലേ നമ്മൾ മാത്സിൽ? അങ്ങനെ ഓരോ തവണ അത് എത്ര തവണ പോയി? ആദ്യം n തവണ പോയി, പിന്നെ n-1 തവണ പോയി, പിന്നെ n-2 തവണ പോയി, പിന്നെ n-3 തവണ പോയി. ഇങ്ങനെ n-1 ഇതൊക്കെ ഇങ്ങനെ ആഡ് ചെയ്ത് കാരണം ഓരോ ഇപ്പം ഐൻ്റെ ഫസ്റ്റ് തവണ ഇത് n തവണ പോയി, രണ്ടാം തവണ ഇത് n-1 തവണ പോയി, മൂന്നാം തവണ n-2 തവണ, അങ്ങനെ അങ്ങനെയല്ലേ പോയത്. അപ്പോൾ ഇതിന് നമ്മൾ മാത്സിൽ നിങ്ങൾ +1 +2 ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഇതിന് അരിത്മെറ്റിക് പ്രോഗ്രഷൻ എന്നാണ് പറയാം അല്ലേ? അതായത് ഇതൊരു സീക്വൻസ് ആണ്. ഈ സീക്വൻസിന് നമ്മൾ എങ്ങനെയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യല് മാത്തമാറ്റിക്കലി? ഇത്രയും ഫുള്ള് എഴുതുന്നതിന് പകരം നമ്മൾ ഇതിന് ഒരു ഫോർമുല നിങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഇതിൻ്റെ ഫോർമുലയാണ് n(n-1/2) എന്ന് പറയും അല്ലേ? ഇതാണ് ഇതിന് പറയാം. അല്ലെങ്കിൽ ഇത് ഇൻ ദ സിമ്പിൾ ടേംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ n² - n/2 അല്ലേ? ഈ ടൈം കോംപ്ലക്സിറ്റിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഓരോ തവണ നമ്മൾ ലൂപ്പിലൂടെ നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ഐ 0 ആയ സമയത്ത് n തവണയാണ് ഇത് പോയിട്ടുള്ളത്. ഐ 6 ആയ സമയത്ത് അല്ലെങ്കിൽ സെക്കൻഡ് ടൈമിൽ ഇത് n-1, തേർഡ് ടൈമിൽ n-2, ഫോർത്ത് ടൈമിൽ n-3. അപ്പം കുറഞ്ഞു കുറഞ്ഞു ഇത്, പക്ഷേ ഐ കൂടി കൂടി വരികയാണ്. അപ്പം നമുക്കറിയാം ഇത് കോസ്റ്റാന്ന് കരുതിക്കോ. ഇപ്പോൾ ഓരോ തവണ ഇതിപ്പോൾ n എന്ന് പറയുന്നത് 7 ആണ്. അപ്പം ഇതിൽ ഏറ്റവും വലിയ നമ്പർ ഇപ്പം എന്തേക്കാരും? 7 ബാക്കിൽ 6 5 അങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പോൾ 7 ഏറ്റവും വലുത്. അപ്പം നമുക്കറിയത്തില്ല ഏറ്റവും മാക്സിമം എടുത്താൽ മതി. നമ്മൾ ടൈം കോംപ്ലക്സിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും മാക്സിമം നമ്പറിനെ മാത്രം നോക്കുക. n തവണയാണ് ഇത് പോകുന്നത്. ഓക്കെ, ഇതിൽ ഏറ്റവും മാക്സിമം എടുത്ത് ഐ എത്ര തവണ പോകുന്നത്? 7 തവണ. 7 തവണ എന്താ? ഈക്വൽ ടു n ആണ്. ഐയും n തവണ. ഓക്കെ, ഈ ഓരോ തവണ ഈ ഏറ്റവും വേസ്റ്റ് കേസിൽ n തവണയാണ് ഇത് വർക്കാവെന്ന് വിചാരിക്കുക. ഓക്കെ, കാരണം ഇതാണ് n. ചിലപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് പറയാം വേസ്റ്റ് കേസാണ്, ഇതും വേസ്റ്റ് കേസാണ്. ഇതൊക്കെ ബേസിക്കലി n ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ കോൺസ്റ്റന്റ് നമ്മൾ മൈൻഡ് ആക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഇതിന് മാക്സിമം പോകാൻ പറ്റുന്ന n തവണ. അപ്പം 2 തവണ n × n. അപ്പം n ടൈംസ് n എത്ര എണ്ണായി? n². ഓക്കെ, n² അഥവാ 49. നമുക്ക് ജസ്റ്റ് ഇവിടെ എടുക്കാം. നമ്മളിപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ എടുത്തല്ലോ, ഓരോ ആരോ മാർക്ക് കണ്ടില്ലേ? ഇങ്ങനെ നമ്മൾ ഓരോ ആരോ മാർക്കും കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു 49 തവണ നമ്മൾ ഓരോ എലമെന്റ്സിലും അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മൾ ട്രാവേഴ്സ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? നമ്മളിതിൽ ഓരോ എലമെന്റിനെ നോക്കിയാണ് മൊത്തം 49 തവണ നമ്മൾ ഇവിടെ നോക്കിയിട്ടുണ്ട്. അതാണ് ഈ ആൽഗോരിതത്തിൻ്റെത്. ഓക്കെ, അപ്പം n² കിട്ടി. നമ്മൾ വേസ്റ്റ് കേസ് എടുത്ത് n².
ഇനി ഞാൻ ഒരു കാര്യം, ഈ തന്നിരിക്കുന്ന ഇൻപുട്ട് ഓൾറെഡി സോർട്ടഡ് ആണെങ്കിലും, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇനി നമുക്ക് ഇത്ര വലിയ എക്സാം ഞാൻ എടുക്കണില്ല, നമുക്ക് തന്ന ഇൻപുട്ട് 1 2 3 4 എന്നാണെന്നുണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഐ ഇവിടെ നിന്ന് തുടങ്ങി. ഓക്കെ, ഐ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് എന്തെങ്കിലും ചെറുതുണ്ടോ നോക്കുക. ഇതിന് ചെറുതൊന്നുമില്ല. അടുത്തയിലേക്ക് പോകുന്നു. അടുത്തയിലേക്ക് പോയി കഴിഞ്ഞാലും ഓൾറെഡി ഇത് ചെറുതാണ്, അടുത്ത ചെറുതാണ്, അങ്ങനെ ചെറുതാണ്. അത് ഓൾറെഡി ഇതാണ്, നമുക്ക് അത്ര സ്വാപ്പ് ചെയ്യാണ്ടല്ലോ, n തവണ ഇത് വർക്ക് ചെയ്യാണ്ടാവുള്ളൂ. ഓക്കെ ഓക്കെ ഇത് n തവണ. ഞാൻ മുമ്പത്തെ ആൽഗോരിതത്തിൽ ഒരു കാര്യം മിസ് ചെയ്ത്, നമ്മൾ ഐ എന്ന് എല്ലായിടത്തും തുടങ്ങുന്നതിന് മുന്നേ ഐ അതിൻ്റെ ജെയിനേക്കാളും ചെറുതാണെന്നുള്ളൊരു കണ്ടീഷൻ കൂടിയാണ്. ഐ ഈസ് ഗ്രേറ്റർ ദാൻ ജെ എന്നുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ മാത്രമാണ് മറ്റുള്ള റൺ ചെയ്യുന്നത്. ഇവിടെ ഐ ഈസ് ഗ്രേറ്റർ ദാൻ ജെ ഒരിക്കലും ഉണ്ട്. ഐ 1 ആണ്, 1-നേക്കാളും ചെറുതായിട്ട് ഇവിടെ ഒരു വസ്തുവില്ല. ഓക്കെ, അല്ലെങ്കിൽ 1-നേക്കാളും ചെറുതായിട്ടുള്ള ജെ ഇല്ലാത്തതുകൊണ്ട് ഇത് വർക്കില്ല. ഐ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആരും കാണാനില്ല. അത് കാലം ബേസിക്കലി നമ്മൾ ഒരു ലൂപ്പേ പോകുന്നത്, രണ്ടാമത്തെ ലൂപ്പ്, അതായത് ജെൻ്റെ ലൂപ്പിലേക്ക് നമുക്ക് കടക്കാനുള്ള അവസരം കിട്ടുന്നില്ല. ഓക്കെ, അതുകൊണ്ട് എന്താണ് ഇത് വർക്ക് ആവുന്നുള്ളൂ. ഇനി വേറൊരു കേസ് നമുക്ക് എടുക്കാം. അതിപ്പോൾ സെയിം സാധനം ഇങ്ങനെ തിരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ 4 3 2 1 നമുക്കറിയാം ഇത് ചെറുതാണെന്നുള്ളത്. നമ്മൾ ഏറ്റവും ഇങ്ങനെ ഇതിവിടെ സ്വാപ്പ് ചെയ്യും, വീണ്ടും സ്വാപ്പ് ചെയ്യും, വീണ്ടും സ്വാപ്പ് ചെയ്യും. അങ്ങനെ ഫുൾ സ്വാപ്പിംഗ് എന്തായാലും നടക്കും. ഫുൾ n² തവണ ഫുള്ളായിട്ട് പോകും. ഇനി ഇത് രണ്ടുമല്ല, നമ്മളിപ്പോൾ നേരത്തെ തന്ന പോലെ ഒരു ആവറേജ് കേസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഈ സാധനം കണ്ടോ, n-1 n-2 ഇതിലേതെങ്കിലും ഇക്കാരം എക്സാക്ട്ലി എക്സാക്ട്ലി n ആണെന്ന് ചിലപ്പോൾ n-1² ആവും. പക്ഷേ ഇതെന്താണ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഏതായാലും n² എന്നാണ്. പക്ഷെ എന്നാലും ചെറിയൊരു നമ്പർ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ ഏറ്റവും വേസ്റ്റ് കേസ് നമ്മൾ പറഞ്ഞില്ല, അതായത് ഫുൾ അൺസോർട്ടഡ് ആണ് എന്നൊക്കെ ഉള്ളത്, അതിന് ഏറ്റവും വേസ്റ്റ് കേസിൽ വരുന്ന സാധനമാണ് n². ഈ പർട്ടിക്കുലർ നമ്മൾ എക്സാമ്പിൾ. ബെസ്റ്റ് കേസ് എന്താ പറയുക, എല്ലാവരും സോർട്ടഡ് ആണ്, എല്ലാവരും സോർട്ടഡ് n എന്ന് വരും. ആവറേജ് കേസ് നമ്മളിവിടെ പറഞ്ഞില്ല n-1² n-2² ഒക്കെ ഇക്കാലും. ബട്ട് അത് അവസാനം കോൺസ്റ്റന്റ് നമ്പേഴ്സ് നമ്മൾ ഒഴിവാക്കി ചെയ്യുമ്പോൾ n² എന്ന് വരും. അപ്പോൾ ഇതാണ് വേസ്റ്റ് കേസ്, ബെസ്റ്റ് കേസ്, അല്ലെ ആവറേജ് കേസ് എന്ന് പറയുന്നത്. ഓക്കെ, ആവറേജ് കേസ് പറഞ്ഞാൽ ആ ആൽഗോരിതം ഏറ്റവും നല്ല സിനാരിയോയിൽ റൺ ചെയ്യാനുള്ള ചാൻസ് എന്താണെന്നുള്ളത് മനസ്സിലായോ? ഇപ്പം ഞാനൊരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമുക്കൊരു അരയുണ്ട്, അരയിൽ ആകെ ഒരൊറ്റ എലമെൻറ്റേ ഉള്ളൂ അല്ലേ. ഞാൻ ഈ എലമെൻറ്റിൻ്റെ മൊത്തം സം എത്ര ഉണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ആൽഗോരിതം എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഏറ്റവും ബെസ്റ്റ് കേസിൽ ഇത് ഒരൊറ്റ എലമെൻറ്റ് ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ സം എത്ര, ആ എലമെൻറ്റ് തന്നെയാണ് അതിൻ്റെ സം അല്ലേ. സം ഇസ് ഈക്വൽ ടു 1 അല്ലേ. സം ഇസ് ഈക്വൽ ടു 1 ഇതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കേസ്. നമ്മൾ ക്വസ്റ്റ്യൻ ആകെ എന്താ പറയുക, ഫൈൻഡ് സം ഓഫ് ഓൾ എലമെൻറ്റ്സ്. ഇതാണ് നമ്മളെ കേസ്. ഓക്കെ, ഇതിൽ ആ ഒരു എലമെന്റ് ഉള്ളൂ, അല്ലെങ്കിൽ ഇതിൽ ഒരു എലമെന്റും ഇല്ല, എം ടി ആണ് അര എം ടി ആണെന്നുണ്ടെങ്കിൽ നമ്മളെ സം എന്താ, സം ഇസ് ഈക്വൽ ടു 0. ഇതാണ് ഒരു കേസ്. രണ്ടാമത്തെ കേസ്, നമ്മളെ എലമെന്റിൽ ഒരു 2 3 4 5 ആൾക്കാരുണ്ട്. ഓക്കെ, ഈ ആൾക്കാരുണ്ട്, അപ്പോൾ അതിന്റെ സം എത്രയെന്ന് നോക്കുക, അതാണ് നമ്മളെ ഇത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആൻസർ നമുക്ക് പറയാം സം ഇസ് ഈക്വൽ ടു 11 എന്നുള്ളത്. വേറൊരു കേസിൽ ഇതിൽ ഒരു മില്യൺ, കുറേ നമ്പേഴ്സ് ഉണ്ട്, 10-12 മില്യൺ നമ്പേഴ്സ് ഉണ്ട്. ഇതാണ് വേറൊരു കേസ് അല്ലേ. ഇതിൽ നമ്മൾ എന്താ പറഞ്ഞത്, ഇതിന്റെ ബെസ്റ്റ് കേസ് എന്താ വരുന്നത്, ഒന്നെങ്കിൽ ഒറ്റ എലമെന്റ് അല്ലെങ്കിൽ നോ എലമെന്റ്സ്, സം ഓൾവേസ് വിൽ ബി അത്. ഓക്കെ, ഇതാണ് ഇതിന്റെ ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത്. വേസ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ കുറേ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അതായത് n നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ട്. ബെസ്റ്റ് ആവറേജ് കേസ് എന്ന് പറയുന്നത് k നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ n നമ്പർ ഓഫ് എലമെന്റ്സ് തന്നെ അതും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലും അഗൈൻ ബെസ്റ്റ് കേസ് എന്ന് പറയുന്നത് ആകെ ഒറ്റ എലമെന്റ് ഉള്ളത്, ഓഫ് 1 ആണ് ഇതിന്റെ ആൻസർ അല്ലേ. ഇതിൻ്റെത് ഓഫ് 1 വരും. പക്ഷെ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ എത്ര, വേസ്റ്റ് കേസും ആവറേജ് കേസും എത്ര, ഓഫ് n. മനസ്സിലായല്ലോ. അപ്പം ഒരു ആൽഗോരിതത്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ബെസ്റ്റ് കേസ് എന്താ, വേസ്റ്റ് കേസ് എന്താണ്. പക്ഷെ നമ്മൾ പൊതുവെ ഒരിക്കലും ഒരു ഇന്റർവ്യൂലോ അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് പ്രൊജക്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യുമ്പോഴോ നമ്മൾ ഈ ആവറേജ് കേസും ബെസ്റ്റ് കേസിനൊന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. കാരണം ഇവരെ നോക്കിയിട്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല അല്ലേ. കാരണം ഒരാൾ നല്ല ബെസ്റ്റ് കേസാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പൈസ ഉണ്ടാക്കാനില്ല. ഒരാൾ ബെസ്റ്റ് ആണെങ്കിൽ ബെസ്റ്റ്, വെരി ഗുഡ്, അത്രേ ഉള്ളൂ. നമുക്ക് ഒരു ആൽഗോരിതം ബെസ്റ്റ് കേസ് നിന്ന് എങ്ങോട്ടും മാറ്റാനോ ഇമ്പ്രൂവ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. ഓക്കെ, അതാണ് അതിന്റെ ബെസ്റ്റ് കേസ്, അത്രേ ഉള്ളൂ. ആവറേജ് കേസും സിമിലർ തന്നെ, അത് ഈ രണ്ടിനും നടുക്കുള്ള ഒരാളാണ്, അത് ഒന്നുകിൽ ആവറേജ് കേസിലോ അല്ലെങ്കിൽ ബെസ്റ്റ് കേസിലോ കിടക്കും, അത്രേ ഉള്ളൂ. അത് ഒരു സാധാരണ ഒരു പെർഫോമൻസ്. ഓക്കെ, പക്ഷേ വേസ്റ്റ് കേസ് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അഥവാ ബിഗ് ഓ നൊട്ടേഷൻ. കാരണം എന്താ വെച്ചാൽ ഒരു ആൽഗോരിതം ഏറ്റവും മോശം, ഇപ്പോൾ നമുക്കറിയാം എന്ത്, ഈ പറഞ്ഞിരിക്കുന്ന ആൽഗോരിതം പോകുന്നത് സോർട്ടിങ് ആൽഗോരിതമാണ്, n² ഇത് വർക്ക് ആവുന്നത് അല്ലേ. ഇത് n² വർക്ക് ആവുന്നത് വേസ്റ്റ് കേസ് ആണ്. കാരണം നമുക്കിത് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മൾ മെർജ് സോർട്ടോ അല്ലെങ്കിൽ ഹീപ്പ് സോർട്ടോ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് n-log n-ലേക്ക് ആക്കാൻ പറ്റും അല്ലേ, n-log n-ലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ n-log n-ലേക്ക് ആക്കുമ്പോൾ ഇത് n²നേക്കാൾ എത്രയോ ബെറ്റർ ആണ്, ഇത് ഫാസ്റ്റ് ആണ്, ഇതൊക്കെ നമ്മൾ DSന്റെ തിയറി വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n-log n-ൽ എത്തിക്കഴിഞ്ഞാൽ ബെറ്റർ ആൽഗോരിതമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്കാൻ പറ്റുന്ന അറിയാം. അതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ വേസ്റ്റ് കേസ് ചെറുതാക്കാൻ കഴിയും. മനസ്സിലായില്ലേ. അപ്പം ഈ ഒരു അരേ തന്നിട്ടുണ്ട്, അരയത്തിൽ ഒരു എലമെന്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം 2 കണ്ടുപിടിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ബൈനറി സെർച്ച് യൂസ് ചെയ്യും. ബൈനറി സെർച്ച് യൂസ് ചെയ്താൽ log n-ലേക്ക് മാറും. എന്തുകൊണ്ടാണ് log n-ലേക്ക് ആവുന്നത് എന്നുള്ളത് ഞാൻ കുറച്ചായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പക്ഷെ ബേസിക്കലി അത് അത്ര നേരം കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഓരോന്ന് നോക്കി പോകാം. അങ്ങനെ ഓരോന്ന് നോക്കി പോയാൽ ഓഫ് n-ൽ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. മനസ്സിലായോ.
അപ്പോൾ ഓഫ് എൻ നമ്മൾ ബെറ്റർ ആക്കിയാണ് ലോഗ് എന്നിലേക്ക് ആക്കണം. ഈ ലോഗ് എൻ എത്രത്തോളം സൂപ്പറാന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു അരയിൽ 100 എലമെന്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലോഗനിലേക്ക് ആക്കി കഴിഞ്ഞാൽ 100ന്റെ ലോഗൻ എത്രയും നോക്കിയാൽ ലോഗ് ഓഫ് 100 ഇസ് ഇക്വൽ ടു ബേസ് ഓഫ് 2 ആണെന്നുണ്ടെങ്കിൽ ഇസ് ഇക്വൽ ടു 2 എന്നാണ്. അതായത് ഈ 100 എലമെന്റിൽ ആരെയും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ 100 സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ലോഗൻ ആൽഗോരിതം അല്ലെങ്കിൽ ബൈനറി സെർച്ച് യൂസ് ചെയ്ത് 2 സെക്കൻഡ് മതി. നമ്മൾ ആലോചിക്കുക എത്ര ഫാസ്റ്റ് ആയിക്കാരം അത് എന്നുള്ളത്. അപ്പം അതുകൊണ്ടാണ് വോസ്റ്റ് കേസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വോസ്റ്റ് കേസിലാണ് നമ്മളെപ്പോഴും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവുക. നമ്മൾ എങ്ങനെയാണ് വോസ്റ്റ് കേസിൽ ബിഗ് ഓ നൊട്ടേഷൻ കണ്ടുപിടിക്കുക, എങ്ങനെയാണ് അത് ഓഫ് എന്തെങ്കിലും പറയുക എന്നുള്ളതാണ് മൊത്തം ടൈം കോംപ്ലക്സിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഇനി നമ്മൾ ടൈം കോംപ്ലക്സിലേക്ക് കൂടുതൽ പോകുന്നതിന് മുന്നേ ഞാൻ സ്പേസ് കോംപ്ലക്സിറ്റിനെ കുറിച്ചും ഒരു സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സ്പേസ് കോംപ്ലക്സിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മളൊരു ആൽഗോരിതം റൺ ചെയ്യുമ്പോൾ ആ ആൽഗോരിതത്തിൻ്റെ റണ്ണിങ് ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ടെമ്പററി ആയിട്ട് സ്റ്റോറേജ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റോറേജ് യൂസ് ചെയ്യുന്നതിൻ്റെ സ്പേസിനാണ് നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എ ഇസ് ഇക്വൽ ടു 2 എന്ന് അറിയാം. ബി ഇസ് ഇക്വൽ ടു 3 എന്ന് അറിയാം. ഇനി നമുക്ക് ഈ വാല്യൂ സ്വാപ്പ് ചെയ്യണം. നിങ്ങൾ ചിലപ്പോൾ ഫസ്റ്റ് ആയിട്ട് കോഡൊക്കെ ചെയ്യുമ്പോൾ ഇത് ചെയ്തിട്ടുണ്ടാവും. അതായത് എ ഇസിക്കൽ ടു 3 ആക്കണം, ബി ഇസിക്കൽ 2 ആക്കണം. നമ്മൾ സ്വാപ്പ് ചെയ്യാനുള്ള നമ്മളൊരു ആൽഗോരിതം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടെമ്പററി ആയിട്ട് ഒരു പുതിയൊരു വേരിയബിൾ എടുക്കും അല്ലേ. ടെമ്പററി ഇസിക്കൽ ടു എ എന്ന് എടുക്കും. ടെമ്പററി ഇസിക്കൽ ടു എ എന്ന് എടുക്കും അല്ലേ. നമുക്ക് ഇവിടെ വാല്യൂ ഇതാ. അപ്പോൾ ടെമ്പററി ഇസിക്കൽ എന്റെ വാല്യൂ എത്ര 2. അപ്പോൾ എൻ്റെ വാല്യൂ എന്നിട്ട് നമ്മൾ എന്ത് എ ഇസിക്കൽ ടു ബി എന്ന് ചെയ്തു അല്ലേ. ഇപ്പോൾ എന്റെ വാല്യൂ എന്തായി 3 എന്നായി. ഇനി ബി ഇസിക്കൽ ടു എന്ത് ചെയ്യും ടെമ്പററി എന്ന് ചെയ്തു അല്ലേ. ഇപ്പൊ ബിന്റെ വാല്യൂ എന്തായി ടെമ്പററി വാല്യൂ ഇവിടെ എത്ര 2. ഇപ്പൊ എന്തായി സ്വാപ്പായി അല്ലേ. ഈ സ്വാപ്പിന് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, നമ്മൾ ഈ ആൽഗോരിതം റൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളെ എക്സ്ട്രാ ഇവിടെ ഉപയോഗിച്ചു. ആരും യൂസ് ചെയ്ത് നമ്മളിവിടെ ടെമ്പററിനെ യൂസ് ചെയ്തു അല്ലേ. ടെമ്പററി എന്നുള്ള ഒരു വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തു ഈ ആൽഗോരിതത്തിന് വേണ്ടി ഒരു സ്റ്റോറേജ് യൂസ് ചെയ്തു, അതാണിത്. പക്ഷേ ബേസിക്കലി ഇതൊരു വേരിയബിൾ ആണ്. ഈ വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിന് എത്ര സൈസ് ഉണ്ടാവുക, ചിലപ്പം ഇത്ര 4 ബൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരും അല്ലേ. വാട്ട് എവർ ഇറ്റ് ഈസ് സംതിങ് അങ്ങനൊരു വാല്യൂ ഉണ്ട്. പൊതുവെ ഒരു വേരിയബിളിന് നമ്മൾ ഈ അസിംപ്റ്റോട്ടിക് നൊട്ടേഷന് വേണ്ടിയിട്ട് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. അതായത് ഓഫ് വൺ സ്പേസ് അല്ലെ. ഇത് പൊതുവെ നമ്മളിത് പറയില്ല, വേരിയബിൾ ഇഗ്നോർ. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ ഒരു വേരിയബിൾ എടുത്ത് അതുകൊണ്ട് ചെയ്ത് നമ്മൾ ചാനലിലെ ഫസ്റ്റത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം 2sum എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ഉണ്ട് അല്ലേ, ലീഡ് കോഡിൽ 2sum. ഇത് നമ്മൾ എങ്ങനെ സോൾവ് ചെയ്തിട്ടില്ല. ഈ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നമ്മുടെ ചാനലിലെ ബ്ലൈൻഡ് 75 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അല്ലെങ്കിൽ ഈ ചാനലിലെ വീഡിയോയിലെ ഏറ്റവും രണ്ടാമത്തെ വീഡിയോ ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആണ്. നമ്മൾ ഒട്ടുമിക്ക എല്ലാ കൺസെപ്റ്റും മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്രോബ്ലം സോൾവിങ് വീഡിയോ ആയിരിക്കും ഈ 2sumന്റെ വീഡിയോ. അത് കണ്ടുനോക്കാം. അപ്പം ഈ 2sumൽ നമ്മൾ എന്താ സോൾവ് ചെയ്യാൻ യൂസ് ചെയ്ത്, നമുക്കിത് 2 മെത്തേഡ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ട് അല്ല. കുറേ മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് സോൾവ് ചെയ്യാൻ. നമ്മൾ സ്ലൈഡിംഗ് വിൻഡോ യൂസ് ആക്കിയിട്ട്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഹാഷ് മാപ്പിലേക്ക് ആവുന്നത് അല്ലേ. ഹാഷ് മാപ്പിലായി നമുക്ക് ഫാസ്റ്റ് കിട്ടി. പക്ഷേ ആ ആൽഗോരിതം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഹാഷ് മാപ്പിൽ പോയിട്ട് നമ്മളിപ്പോൾ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിൻ്റെ മറ്റൊരു നമ്പർ ആഡ് ചെയ്ത് സം ഇട്ട് നോക്കും. അപ്പോൾ നമ്മൾ ആ സമ്മിൻ്റെ ടെമ്പറി നമ്മൾ അവിടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹാഷ് മാപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, അല്ലെങ്കിൽ ഹാഷ് സെറ്റിൽ. ഇതിലിങ്ങനെ നമ്മൾ ഓരോ നമ്പറായിട്ട് ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇതിൽ എത്ര എലമെന്റ് മാക്സിമം ഉണ്ടാവും, n നമ്പർ ഓഫ് എലമെന്റ്സ് ഇതിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു ഹാഷ് മാപ്പ് നമ്മൾ ആൽഗോരിതത്തിന് വേണ്ടി യൂസ് ചെയ്തുകൊണ്ട് അതിൽ n നമ്പർ ഓഫ് ആൾ സ്റ്റോർ ചെയ്യുന്നതും കൊണ്ടും നമ്മൾ അതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി എത്രയാണ് ഓഫ് n അല്ലേ. ഓഫ് n. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ ഒരു 3 ഹാഷ് മാപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താവുക 3n എന്നാവും. പക്ഷെ നമ്മൾ എപ്പോഴും കോൺസ്റ്റന്റ് ഡ്രോപ്പ് ചെയ്യും. ടൈം കോംപ്ലക്സിറ്റി വരുമ്പോൾ എപ്പോഴും കോൺസ്റ്റന്റ് നമ്പർ ഉണ്ടായിരുന്നു ഡ്രോപ്പ് ചെയ്യും, വീണ്ടും ഓഫ് n. അങ്ങനെയാണ് നമ്മളിത് സ്റ്റോർ ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരു ഹാഷ് മാപ്പും നമുക്ക് അതേപോലെ വേറൊരു അരയുണ്ട്. ആ അരയിൽ നമ്മൾ ഒരു അരയുണ്ട്, ആ അരേൻ്റെ സൈസ് പറയാം നമുക്ക് n ഉണ്ടെങ്കിൽ ഇതിൽ n³ ആണ് ഇതിൻ്റെ സ്റ്റോറേജ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വലിയ ഇതെടുക്കുമ്പോൾ ഇവിടെ n അല്ലേ വരിക, ഇവിടെ ശരിക്കും n ആണ്, n+n³ എന്ന് വരും. ഇത്രയും സ്റ്റോറേജ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇതിൽ ഏറ്റവും വലുത് n³ ആണ്. അപ്പം നമ്മൾ ടൈം കോംപ്ലക്സിറ്റി വരുമ്പോൾ അടുത്ത രണ്ടാമത്തെ പോയിന്റ് ആദ്യം പറഞ്ഞെന്താ, നമ്മളിവിടെ കോൺസ്റ്റന്റ് ഉണ്ടെങ്കിൽ കോൺസ്റ്റന്റ് കളയും. രണ്ടാമത്തത് നമ്മൾ ഏത് ടൈം കോംപ്ലക്സിറ്റി സ്പേസ് കോംപ്ലക്സിറ്റി ഏതാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏറ്റവും വലുതാരാ നമുക്ക് ആ വലുതുള്ള ആളെ മാത്രമാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്യുക. അപ്പോൾ n³. അപ്പോൾ ഇതിന് ഓഫ് n³ ഒക്കെ അതിൻ്റെ കോംപ്ലക്സിറ്റി സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ട് വിചാരിക്കുന്നു. അതായത് ബേസിക്കലി സ്പേസ് കോംപ്ലക്സിറ്റി എപ്പോൾ വരെ ഒരു ആൽഗോരിതത്തിൽ നമ്മൾ ടെമ്പററി സ്റ്റോറേജ് ആയിട്ട് ഒരു ഡാറ്റ സ്ട്രക്ചറോ ഒരു എന്തെങ്കിലും ഒരു സ്റ്റോറേജ് സംഭവം വരുന്നുണ്ടെങ്കിൽ മാത്രം വേരിയബിൾസ് നമ്മൾ കൂട്ടുന്നില്ല. വേരിയബിൾ ഓഫ് 1 ആയതുകൊണ്ട് അതിനെ കണക്ക് കൂട്ടുന്നില്ല. പക്ഷെ നമ്മൾ ഹാഷ് മാപ്പോ വല്ല അരേസോ അല്ലെങ്കിൽ ട്രീയോ അല്ലെങ്കിൽ ലിസ്റ്റോ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് സെറ്റ് ലിസ്റ്റ് ആണ് എന്ത് വരികയാണെന്നുണ്ടെങ്കിലും അതെടുക്കുന്ന സ്പേസിനാണ് നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്ക് ടു നമ്മുടെ ടൈം കോംപ്ലക്സിറ്റിൻ്റെ വീഡിയോയിലേക്ക് പോകാം. ടൈം കോംപ്ലക്സിറ്റിൻ്റെ കാൽക്കുലേഷൻ നമ്മൾ എടുക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ച് ആൽഗോരിതംസ് ഒക്കെ കാണിച്ചു തന്നിട്ട്
അതിലെങ്ങനെ നമ്മൾ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാതെ പിന്നെ നിങ്ങൾക്ക് തോന്നി അങ്ങനെ ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് തോന്നും ചിലപ്പം അയ്യോ സി ലാംഗ്വേജിൽ ഇങ്ങനെയല്ലല്ലോ ഇത് പൈത്തണിൽ ഇങ്ങനെയല്ലല്ലോ ഇത് അല്ലെങ്കിൽ C++ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പല ലാംഗ്വേജിനും പല രീതിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഡൗട്ടും കൺഫ്യൂഷനും ഒക്കെ ആവാൻ മതി അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും കോഡ് എടുക്കുന്നില്ല അപ്പോൾ അവർ ആൽഗോരിതം സെറ്റ് ചെയ്താൽ ആൽഗോരിതം എല്ലാ ലാംഗ്വേജിലും ഒന്നാണ് അത് എങ്ങനെ വേണമെങ്കിൽ ചെയ്താൽ അല്ലേ ഓക്കെ അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ ആൽഗോരിതത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഇനി ഞാൻ ഓരോ പോയിന്റ്സ് പറഞ്ഞത് ഒരു പോയിന്റ് എന്ന് വെച്ചാൽ എവറി ലൈൻ ഓഫ് കോഡിനും ഒരു നമ്പർ ഓഫ് സമയം എടുക്കും അത് വർക്ക് ആവാൻ ഓക്കെ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതായത് എല്ലാ ലൈൻ ഓഫ് കോഡിനും ഓക്കെ എവറി ലൈൻ ഓഫ് കോഡിന് ഒരു എക്സ് നമ്പർ ഓഫ് ടൈം അത് പ്രോസസ്സ് ചെയ്യാൻ വേണം ഓക്കെ നമ്പർ ഓഫ് ടൈം അത് വർക്ക് ചെയ്യാൻ വേണം അല്ലേ അതായത് നിങ്ങളിപ്പോൾ ഒരു ലൈൻ എഴുതി x=a+b എന്ന് എഴുതി ഓക്കെ ഈ ഒരു സാധനം റൺ ചെയ്യണമെങ്കിൽ അതിന് കുറച്ച് ആ പ്രോസസ്സറിൽ കുറച്ച് പവർ കുറച്ച് ടൈം അതിന് പോവും ഓക്കെ ആ ഒരു ലൈൻ വർക്ക് ആവാൻ ഓക്കെ രണ്ടാമത്തെ എന്താ പറയുക എവറി ലൈൻ ഹാസ് ഡിഫറെൻറ്റ് പ്രോസസ്സിങ് ടൈം ഓക്കെ ഡിഫറെൻറ്റ് പ്രോസസ്സിങ് ടൈം ഇത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരു സാധനം നമ്മളിപ്പോൾ ഒരു പൈത്തൺ നിങ്ങൾ ഏതെങ്കിലും പ്രോഗ്രാം ലാംഗ്വേജ് എടുക്കുക അതിൽ നിങ്ങൾ a+b എന്ന് എഴുതി ഓക്കെ നമുക്ക് എൻ്റെ വാല്യൂ ഒരു 3ഉം ബിൻ്റെ വാല്യൂ 2 എന്ന് എടുക്കുക ഓക്കെ a+b എന്ന് എഴുതി ഇതിന് ആൻസർ എത്ര 5 ഓക്കെ ഇതും a×b എന്ന് എഴുതി കഴിഞ്ഞാൽ 6 ഓക്കെ ഇതിന് രണ്ടിനും രണ്ട് സമയം എടുക്കുന്നത് അപ്പോൾ ലെറ്റ്സ് ഇത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 സെക്കൻഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് റൺ ചെയ്യണമെങ്കിൽ ചിലപ്പം 1.5 സെക്കൻഡ് എടുക്കും എന്ന് വിചാരിക്കുക കാരണം പൊതുവെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അഡീഷണൽ സബ്ട്രാക്ഷനേക്കാളും സ്ലോവർ ആണ് ഓക്കെ ഇത് സ്ലോവർ ആണ് ഇത് കുറച്ചുകൂടി ഫാസ്റ്റർ ആണ് അതുകൊണ്ട് നിങ്ങളിപ്പം ഇതെങ്ങനെയാണ് സ്ലോവറും ഫാസ്റ്ററും എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല എനിക്ക് ഇങ്ങനെ അത് അറിയുന്നത് നിങ്ങൾ ബിടെക്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ കോർ സബ്ജക്റ്റ് പഠിക്കുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സി ലാംഗ്വേജ് അല്ലെങ്കിൽ അസംബ്ലി ലാംഗ്വേജ് ഒക്കെ പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പ്ലസും മൈനസിനേക്കാളും സമയം എടുക്കുന്നതെന്നുള്ളത് അല്ലെങ്കിൽ കോർ സബ്ജക്റ്റിലെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും അവർക്കും അറിയാൻ പറ്റും എന്തുകൊണ്ടാണ് മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സമയം കൊണ്ടെടുക്കുന്നത് കാരണം ഇതെന്താ അത് ഡയറക്റ്റ്ലി ഇങ്ങനെ ഒരു ഓപ്പറേഷൻ പോസിബിൾ അല്ല ഇത് ബിറ്റ് ഓപ്പറേഷൻസ് വഴി ചെയ്യുമ്പോൾ ബിറ്റ് നമ്മൾ ഈ നമ്പേഴ്സൊക്കെ ബേസിക്കലി എന്താ 3 എന്നൊക്കെ പറഞ്ഞാൽ 011ഉം 2 എന്ന് പറഞ്ഞാൽ 010 എന്നാണ് 010 അപ്പോൾ ഇത് തമ്മിലുള്ള ഒരു ബൈനറി ഓപ്പറേഷൻസ് നടക്കുന്നുണ്ട് ആ ഓപ്പറേഷൻ്റെ ഓരോ ടൈപ്സ് ഇപ്പം പ്ലസ് ചെയ്യാനുള്ളതിൻ്റെയും മൾട്ടിപ്ലൈ ചെയ്യാനുള്ളതിൻ്റെയും ബൈനറി ഓപ്പറേഷൻ ഡിഫറെൻ്റ് ആണ് ഇതിന് കുറച്ച് കൂടുതൽ സ്റ്റെപ്സ് ഉണ്ട് ഇതിന് സ്റ്റെപ്സ് കുറവാണ് അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി ഫാസ്റ്റും അല്ല ഇത് കുറച്ചും സ്ലോയും മറ്റത് ഇത് കുറച്ചും ഫാസ്റ്റും ആവുന്നത് ഓക്കെ ഇത് നിങ്ങൾ ക്ലാസ്സിലും വരെയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നിങ്ങൾ ഈ രണ്ട് കാര്യം മനസ്സിലാക്കുക ഓക്കെ എല്ലാ ലൈനിനും എല്ലാ കോഡിനും അതിൻ്റെതായിട്ടുള്ള ഒരു പ്രോസസ്സിങ് ടൈം എടുക്കും ഓക്കെ ഇനി നമുക്ക് ജസ്റ്റ് ഒരു കോഡ് ഇങ്ങനെ ജസ്റ്റ് നോക്കാം അപ്പോൾ നമ്മളൊരു ഫോർ ലൂപ്പ് എടുക്കുക അല്ലെങ്കിൽ ഫോർ ലൂപ്പ് വേണ്ട നമുക്ക് ഓക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം സാധനം ഓക്കെ നമുക്ക് ഒരു വേരിയബിൾ ഇവിടെ മെൻഷൻ ചെയ്യാം a=3ഉം b=2 എന്നുള്ളത് ഓക്കെ നമുക്ക് കോഡ് ഇങ്ങനെ എഴുതാം ഞാൻ പറയാണ് x=a+b y=a×b പിന്നെന്താ ഉള്ളത് z=a-b ഓക്കെ ഇനി പ്രിന്റ് ഞാനിത് ആൽഗോരിതം വൈസ് ചെയ്തതാണ് അതുകൊണ്ട് സിൻടാക്സും കാര്യങ്ങളൊന്നും ഇവിടെ നോക്കണ്ട പ്രിന്റ് x+y+z ഓക്കെ ഇതാണ് ഞാൻ പ്രിന്റ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇതാണ് എൻ്റെ ആൽഗോരിതം ഇതിന് എത്ര ടൈം എടുക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ ഏതാ എന്നാൽ കുറച്ചുകൂടി ക്ലിയർ ആകാൻ പറ്റും ഫംഗ്ഷന് നമുക്കൊരു വാല്യൂ എടുത്തേ നമുക്ക് വലിയ a,b എന്ന് ഇടാം ഓക്കെ ക്യാപിറ്റൽ a,b ഓക്കെ ഇങ്ങനെയാണ് ഫംഗ്ഷൻ ഉള്ളത് അതിൽ രണ്ട് വേരിയബിൾ നമ്മൾ ഇൻപുട്ട് എടുക്കുന്നുണ്ട് ആ വേരിയബിളാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് സ്മോൾ a ക്യാപിറ്റൽ എയും ഇതിങ്ങനെ കൊടുത്തു ഓക്കെ കാരണം എയും ബിയും നമ്മളാ ഇൻപുട്ട് കൊടുക്കണം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫംഗ്ഷന് ഇഷ്ടമുള്ള പോലെ വിളിക്കാം അപ്പോൾ ഞാനിങ്ങനെ ഫംഗ്ഷൻ 3,2 എന്ന് വിളിക്കുന്നു അടുത്ത ഫംഗ്ഷന് ഞാൻ ഇങ്ങനെ 5,0 എന്ന് വിളിക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് ഞാൻ വിളിക്കുക അപ്പോൾ ഇതിന് ആൻസർ എന്താ നമുക്ക് ജസ്റ്റ് ആദ്യം ഇതിന് ആൻസർ ഒന്ന് എഴുതി വെക്കാം ജസ്റ്റ് ഒരു ഐഡിയ 3,2 എൻ്റെ വാല്യൂ അപ്പോൾ 3 ആയി ബിൻ്റെ വാല്യൂ അപ്പോൾ 2 ആയി x=5 y=എത്ര 6 ഇത് 1 അല്ലേ അപ്പം 5 + 6 എത്ര 11 11 + 1 12 അപ്പോൾ ഇതിന് ആൻസർ 12 എന്നായി ഇനി രണ്ടാമത്തെ 5,0 എൻ്റെ വാല്യൂ 5 ആയി ബിൻ്റെ വാല്യൂ 0 ആയി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5 മൾട്ടിപ്ലൈ ചെയ്യുന്നത് 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 5 അപ്പോൾ 5 + 5 ബേസിക്കലി 10 ഓക്കെ ജസ്റ്റ് ഇങ്ങനെ എഴുതിയേക്കാം ഇതാണ് ഫംഗ്ഷൻ ഞാൻ ജസ്റ്റ് നമ്പർ കൊടുക്കുന്നു എനിക്ക് അതിൻ്റെ ഈ ഇങ്ങനെ റാൻഡം ആയിട്ടുള്ളൊരു വാല്യൂ കിട്ടുന്നു ഓക്കെ ഇതാണ് എൻ്റെ ഫംഗ്ഷൻ ഇതാണ് അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം a=a എന്ന് അസൈൻ ചെയ്യാൻ നമുക്ക് കോൺസ്റ്റന്റ് ടൈമാണ് കാരണം ഇൻപുട്ട് എന്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 300 300 അത്തരം 30 കോടിയോ അല്ലെങ്കിൽ 3000 കോടിയോ നിങ്ങൾ എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ അസൈൻമെൻറ്റിന് ടാസ്ക് കൂടാൻ പോകുന്നില്ല ഓക്കെ ഇത് എപ്പോഴും സെയിം ആണ് കോൺസ്റ്റന്റ് ആണ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമ്മൾ 1 എന്നാണ് മെൻഷൻ ചെയ്യാൻ പോകുന്നത് ഓക്കെ
അടുത്തത് ബി, സെയിം കാര്യം. ഇത് നിങ്ങൾ 200, 200, 2 കോടിയോ 2000 കോടിയോ എത്ര കൊടുത്തു കഴിഞ്ഞാലും കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഒരു വേരിയബിളിന് അസൈൻ ചെയ്യുന്നത് എത്ര, 4 ബൈറ്റ്സോ അങ്ങനെ എന്തെങ്കിലേക്കാരം, അല്ലെങ്കിൽ ഇത് ഫ്ലോട്ടിംഗ് വാല്യൂ ആണ് അതിൻ്റെ സൈസ്, അത്രേ ഉള്ളൂ. അല്ലാതെ അത് കൂടാൻ പോകുന്നില്ല. 32 ബൈറ്റ്സ് അങ്ങനെ അതിൻ്റെ വാല്യൂ ഉള്ളൂ. അല്ലാതെ ഇൻപുട്ട് കൂടുന്നതനുസരിച്ച് ഇത് ഇങ്ങനെ വെറുതെ കൂടാൻ പോകുന്നില്ല. ഓക്കെ. രണ്ടാമത്തത് എക്സ് ഇക്വൽ ടു എ പ്ലസ് ബി, അഡീഷൻ ആണ്. ഈ അഡീഷൻ നടക്കാൻ എത്ര സമയം എടുക്കും? ബേസിക്കലി രണ്ട് വാല്യൂ ആഡ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ എത്ര വലിയ നമ്പറാണ് എത്ര ചെറിയ നമ്പറാണ് എന്താണെങ്കിലും ഇതിന് കോംപ്ലക്സിറ്റി മാറാൻ പോലെ കോൺസ്റ്റന്റ് ആണ്. അതുപോലെ മൾട്ടിപ്ലിക്കേഷനും കോൺസ്റ്റന്റ് ആണ് ഇത്. കാരണം ഇത് ഇതിനേക്കാളും കുറച്ചുകൂടി സ്ലോവറും ഫാസ്റ്ററും എന്താണെന്നുണ്ടെങ്കിൽ സാധനം കോൺസ്റ്റന്റ്, അത് മാറാൻ പോകുന്നില്ല നമ്മൾ ഇൻപുട്ട് അനുസരിച്ച്. നമ്മൾ എപ്പോഴും നോക്കണം, നമ്മൾ ഇൻപുട്ടിനനുസരിച്ച് ഇതിൻ്റെ വാല്യൂസ് മാറുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇത് എന്താവും, ഇതിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നുണ്ടോ ഇല്ലേ, കൂടുതൽ ഡിഫിക്കൽട്ട് ആവുന്നുണ്ടോ എന്ന് അറിയാൻ കഴിയുള്ളൂ. രണ്ടാം സെഡ് എ മൈനസ് ബി അഗൈൻ കോൺസ്റ്റന്റ്. ഓക്കെ. പിന്നെ പ്രിന്റ് ചെയ്യുന്നതും ഒരൊറ്റ കോൺസ്റ്റന്റ്. അപ്പോൾ ഇത് മൊത്തത്തിൽ റൺ ചെയ്യാൻ കോൺസ്റ്റന്റ്, അതായത് 1+1+1+ മൊത്തത്തിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ എത്രയും നമുക്ക് പറയാം 4, 5, 6, 6ഉം കോൺസ്റ്റന്റ് ആണ്. അപ്പം നമ്മൾ പറയും ഇത് മൊത്തത്തിൽ റൺ ചെയ്യാൻ ഓഫ് 1 സമയം എടുത്തിട്ടുള്ളൂ. ഈ ഫംഗ്ഷന് മൊത്തം റൺ ചെയ്യാൻ ഓഫ് 1. അപ്പോൾ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണ്? ഇതിൻ്റെ ഓഫ് 1 ഏറ്റവും ബെസ്റ്റ് കോംപ്ലക്സിറ്റി അല്ലേ. ഓഫ് 1 എത്തി കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആണ്, ഇതിൽ പ്രത്യേകിച്ച് എഫേർട്ടും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇനി നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ ഒന്ന് മാറ്റി പിടിക്കാം. ഓക്കെ. ഈ ഫംഗ്ഷനിൽ ചെറിയൊരു സാധനം ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ. ഞാൻ ഈ ബി എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഓക്കെ ലെറ്റ് ബി, ഞാനൊരു പുതിയൊരാളും കൂടി ഇവിടെ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ. നമ്മളിവിടെ നമ്മളിനി ഇവിടെ ഒരു പുതിയൊരാളെ ആഡ് ചെയ്യാൻ പോവാണ്, അതാണ് എൻ. ഓക്കെ. എൻ എന്ന് പറഞ്ഞാൽ ഞാൻ പുതിയൊരു വേരിയബിളിനെ ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ. ആ വേരിയബിളിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു 4 എന്ന് കൊടുത്ത്, ഇവിടെ ഞാനൊരു 10 എന്ന് കൊടുത്തു. ഓക്കെ. 10 എന്ന് കൊടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയ കുറച്ച് മാറ്റങ്ങൾ വരുത്താം, വെറുതെ, അല്ലെങ്കിൽ മാറ്റം വരുത്തുന്നില്ല. ഓക്കെ. ജസ്റ്റ് ഞാൻ മാറ്റമൊന്നും വരുത്താതെ ഇവിടെ ജസ്റ്റ് ഒരു ഫോർ ലൂപ്പ് ഇടാൻ പോവാണ്. അപ്പം ശ്രദ്ധിച്ചോളൂ ഈ പോയിന്റ്. ഇവിടെ ഞാനൊരു ഫോർ ലൂപ്പ് ഇടാണ്. ഫോർ ഐ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും? ഐ ഞാൻ 0 എന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് n വരെ ഈ ഫോർ ലൂപ്പ് റൺ ചെയ്യും. ഓക്കെ. എന്നിട്ട് ഇതൊക്കെ ഞാൻ ഈ ഫോർ ലൂപ്പിന് എക്സ് വൈ സെഡ് എന്നുള്ളത് ഫോർ ലൂപ്പിന് ഉള്ളിൽ ആഡ് ചെയ്യും. ഓക്കെ. അപ്പം ഇതാണ് ഫോർ ലൂപ്പ്. പ്രിന്റ് പുറത്താണ്, പ്രിന്റ് ഫോർ ലൂപ്പിന്റെ പുറത്താണ്. ഇതിന് ആൻസർ എന്തായാലും n 0 to n, അതായത് ബേസിക്കലി ഈ 3 സ്റ്റെപ്പ് n തവണ, അതായത് നമ്മൾ ആദ്യത്തെ എക്സാമ്പിൾ എന്താ 3,2,4, ഇവിടെ n 4 ആണ്. അപ്പം എത്ര തവണ ഇത് റൺ ചെയ്യും? 0 1 2 3 4 ഇത് റൺ ചെയ്യും, അല്ലെങ്കിൽ 0 1 2 3 വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത് റൺ ചെയ്തുകൊണ്ട് നിൽക്കും. ഓക്കെ. 4 തവണ ഈ സാധനം റൺ ചെയ്യും. എന്തായാലും ഇതിന്റെ വാല്യൂസ് മാറാൻ പോകില്ല. എക്സ് ഈക്വൽ എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 3+2 എന്നുള്ള 4 തവണ ഇവിടെ ആഡ് ചെയ്യും. ഇവിടെ 3 × 2 3 × 2 3 4 തവണ, ഒക്കെ 4 തവണ റൺ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പം ഞാൻ നിങ്ങൾ ഇത് ചെയ്യുന്നത് ശ്രദ്ധിച്ചോക്കെ, ഇതിന് ആദ്യം എത്ര സമയം എടുത്തു? ഒക്കെ കോൺസ്റ്റന്റ് സമയമായിരുന്നു അല്ലേ. ഈ കോൺസ്റ്റന്റ് സാധനങ്ങൾ ഇപ്പം n തവണ റൺ ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാകണം. ഇത് ആദ്യം 3 ആയിരുന്നു, 3 ഒരു കോൺസ്റ്റന്റാണ്. പക്ഷെ ഇപ്പം എത്രയായി? 4 തവണ, അതായത് 3 × 4 തവണ ഇത് റൺ ചെയ്തു, മൊത്തം 12 തവണ ഇത് റൺ ചെയ്തു. ഓക്കെ. എന്നിട്ട് പുറത്തേക്ക് വരുന്ന ഔട്ട്പുട്ട് സെയിം 12, ഇതിലൊരു മാറ്റം വരുന്നില്ല. ഓക്കെ. ഇനി ഇപ്പം 12 സെക്കൻഡ് ഞാൻ പറയുകയാണെങ്കിൽ ഇത് 12 സെക്കൻഡ്, ഓക്കെ 12 അല്ലേ കോൺസ്റ്റന്റ്, വലിയ സമയം ഡിഫറൻസ് ഇല്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഞാൻ ഈ 4ന് പകരം ഇവിടെ ഒരു 4 ലക്ഷം എടുത്തു കഴിഞ്ഞാലോ? ഇപ്പം ഞാൻ ഇവിടെ 4 ലക്ഷം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ 3 സെക്കൻഡ് എടുക്കുന്ന സാധനം ഇതിപ്പോൾ 3 സെക്കൻഡ് എന്നുള്ളത് ഇപ്പം എത്ര? 3 × 4 ലാക്ക് അല്ലേ. 4 ലക്ഷം തവണ ഇത് റൺ ചെയ്തുകൊണ്ടേ നിൽക്കും. ഇവൻ ദോ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇതിങ്ങനെ 4 ലക്ഷം സമയം റൺ ചെയ്യും. അപ്പം എന്താ, നമ്മൾ ഇൻപുട്ടിനനുസരിച്ച് പ്രോസസ്സിങ് സ്ലോ ആയി കൊണ്ടിരിക്കുക, അതായത് ഈ ഒരു ഏരിയ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൂടുന്തോറും ഇതിൻ്റെ ടൈം കൂടിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അല്ലേ. എത്ര തവണ ഇത് റൺ ചെയ്യും? n തവണ റൺ ചെയ്യുന്നുണ്ട്. ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. n തവണ ഇത് റൺ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കുക, ഇത് 3 × n തവണയാണ് ഇത് റൺ ചെയ്യുന്നത്. ടൈം കോംപ്ലക്സിറ്റി എത്രയായി? ഈ 3 എന്നുള്ള കോൺസ്റ്റന്റ് നമ്മൾ മൈൻഡ് ആക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാലും 3 + 3 × n ആണ് വരുന്നത്. ഇത് നമ്മൾ ഏതാണെങ്കിൽ ഓഫ് n. ഓക്കെ. n തവണയാണ് ഇത് റൺ ചെയ്യുന്നത് അല്ലേ. ഇവിടെ 10 എന്നുണ്ടെങ്കിൽ ഇത് 10 തവണ റൺ ചെയ്യും. ഇവിടെ 1 ലക്ഷം. അപ്പം നമ്മൾ ഇൻപുട്ടിനനുസരിച്ച് മാറി ഒരു ഫോർ ലൂപ്പ് വന്ന്, അതുകൊണ്ട് ഇത് എത്ര തവണ റൺ ചെയ്യുന്നു, കോംപ്ലിക്കേറ്റഡ് ആയി, അതുകൊണ്ട് ടൈം എടുക്കുന്നു, നമുക്കൊരു കോംപ്ലക്സിറ്റി വന്നു. നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കുക, പോസ് ചെയ്യുക, കമൻറ്റ് ഇടുക. ഓക്കെ. ഇനി നമുക്ക് ഇനിയിപ്പം മനസ്സിലായാലും ഒരു ഫംഗ്ഷൻ്റെ സമയം അല്ലെങ്കിൽ ഇതൊക്കെ വരുന്നത് എവിടെ നിന്ന്. ഇപ്പോൾ നമ്മൾ പൈത്തണിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രോബ്ലം ചെയ്തുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയ്ക്കാണ് സോർട്ട് പറഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് നടുക്ക് തന്നെ ഒരു അരേൻ്റെ ഇൻപുട്ട് കൊടുക്കും പോകും, പിന്നെ ബാക്കി എന്തെങ്കിലുമൊക്കെ A = B + C എന്നൊക്കെ അറിയാൻ എഴുതി പോകും. പക്ഷേ ഈ സോർട്ടിങ്ങിന് ഒരു ടൈം കോംപ്ലക്സിറ്റി ഒരു അരൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ലാംഗ്വേജിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് ലാംഗ്വേജ്, ഏറ്റവും ബെസ്റ്റ് ആൽഗോരിതം n-log n ആയതുകൊണ്ട് അവിടെ കോംപ്ലക്സിറ്റി അതേ കാര്യം. ഓക്കെ. ഈ സാധനം നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. ഓക്കെ. ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല, പക്ഷെ എന്നാലും നമുക്ക് പറയാം. അപ്പം ഇവിടെ ഇൻപുട്ട്
ഓക്കെ, നമുക്ക് വേറെ എക്സാമ്പിൾ എടുക്കാം, അതാണ് നല്ലത്. അപ്പം ഇവിടുത്തെ ഒരു കേസിൽ നമുക്ക് ഇനി വേറെ ഇത് നമുക്ക് എന്താ പറയുക, ബൈനറി സെർച്ച് ചെയ്യണം. ഓക്കെ, ബൈനറി സെർച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അരേ തന്നിട്ടുണ്ട്. ആ അരയിൽ സെർച്ച് എന്നുള്ളൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷനിൽ നമുക്കൊരു അരേ തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് എക്സ് തന്നിട്ടുള്ള ഒരു നമ്പർ കണ്ടുപിടിക്കണം. ഇത്രേ ഉള്ളൂ. ഓക്കെ, അരേ തന്നിട്ടുണ്ട്, എക്സ് എന്ന നമ്പർ കണ്ടുപിടിക്കണം അല്ലേ. ഇതിന് എക്സ് എന്നുള്ളത് നമുക്ക് സെർച്ച് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് എന്താ, നമുക്ക് രണ്ട് രീതിയിൽ സെർച്ച് ചെയ്യാം. ഒന്നെന്താ, ഞാൻ ഇവിടെ രണ്ട് ആൽഗോരിതം ചെയ്താട്ടോ. ഇവിടെ ആൽഗോ 1ഉം ഇവിടെ ആൽഗോ 2 എഴുതാം. ഓക്കെ, എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി പെട്ടെന്ന് എങ്ങനെയാണ് നമുക്ക് ആൽഗോരിതം ബെറ്റർ ആക്കേണ്ടത്, എന്താ ഡിഫറൻസ് എന്ന് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നത്. ഓക്കെ, ആൽഗോ 1 ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അരയല്ല, അരയ്ക്ക് എത്ര ലെങ്ത് ഉണ്ട് നമുക്കല്ല. അപ്പം നമുക്ക് n ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് അരേ എന്ന് എടുക്കാം. അരേൻ്റെ ലെങ്ത് ഇവിടെ എടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ഒരു ലൂപ്പ് എടുക്കും ഫോർ എത്ര ലെങ്ത് ഉണ്ട് നിങ്ങൾക്കല്ല. അപ്പം നമ്മൾ 0 to n അത്രയും ലെങ്ത് ഈ ലൂപ്പ് റൺ ചെയ്യും. ഓക്കെ, ഇനി റൺ ചെയ്യുമ്പോൾ നമ്മൾ എന്താ നോക്കുക, നമ്മൾ ഈ അരേൻ്റെ ഇത് ഈക്വൽ ആണോ നോക്കുക. എന്താ നോക്കുക, ഈ ഒരു ഇഫ് കണ്ടീഷൻ ഇടുക. അങ്ങോട്ട് നോക്കുക, എക്സ് ഈക്വൽ ടു അരയിലെ ഈ ഫസ്റ്റത്തെ ഈ എലമെൻറ്റ് ഐ എന്നുള്ള എലമെൻറ്റ് സെയിം ആണോ നോക്കുക. ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, റിട്ടേൺ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ യെസ് എലമെൻറ്റ് ഇവിടെ ഉണ്ട് എന്ന് പറയാം. എൽസ് ഒന്നും വേണ്ട, ഈ ഫോർ ലൂപ്പ് കിടക്കട്ടെ. ഇങ്ങോട്ട് ഏറ്റവും ഇവിടെ പുറത്ത് നമുക്ക് റിട്ടേൺ നോ, ഇവിടെ എലമെന്റ് ഇല്ല എന്നുള്ളത് കൊടുക്കുക. ഓക്കെ, ഇതാണ് ഒരു എന്ത് ആൽഗോരിതം. രണ്ടാമത്തെ ആൽഗോരിതം ഞാൻ ഇവിടെ എഴുതുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, അപ്പോൾ ഈ തന്നിരിക്കുന്ന അരയില്ലേ ഞാൻ പുതിയൊരു അര ഉണ്ടാക്കും. ഓക്കെ, ന്യൂ അരേൻ്റെ ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റ്ലി അരേനെ നമ്മൾ സോർട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, സോർട്ട് അരേ എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഈ അരേനെ ഞാൻ സോർട്ട് ചെയ്തു. ഓക്കെ, ഈ സോർട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് ഹീപ്പ് സോർട്ട് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ARR ഇസ് ഈക്വൽ ടു സോർട്ട് ഓഫ് അരേ എന്ന് കൊടുത്തു. രണ്ടാമത്തെ എന്ത് ചെയ്യും, ഞാനൊരു മിഡിൽ എലമെൻറ്റ്, ഇതിൻ്റെ ലെങ്ത് എത്രയാണ് നോക്കാം. അപ്പം മിഡ് എം ഇസ് ഈക്വൽ ടു ഞാൻ പറയും എന്താ പറയുക 0 പ്ലസ് ഈ അരേൻ്റെ ലെങ്ത് 0 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധനത്തിന് നടു കഷ്ണം എന്താ നോക്കുക, നടു കഷ്ണം ഏറ്റവും ലെങ്ത് എത്രയാണ് ഡിവൈഡ് ബൈ 2 എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഇത് ലെങ്ത് ഓഫ് അരേ ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ലെങ്ത് ഓഫ് അരേ എന്നുള്ളത് ഞാൻ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. ഓക്കെ, അരേ ഇസ് ഈക്വൽ ടു സോർട്ട് ഓഫ് അരേ. അപ്പോൾ ഈ അരേ ഇപ്പോൾ സോർട്ടഡ് ആണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്ന സാധനം ഇപ്പം സോർട്ടഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ എടുക്കാം. 3 1 5 പിന്നെ വേണമെങ്കിൽ ഒരു 0 ഇടാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരെയാ, 1നെ കണ്ടുപിടിക്കുക. ഓക്കെ, എക്സ് ഈക്വൽ ടു 1 അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇൻപുട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ സോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വനിപ്പത്തായി ഇവിടെ 0 1 2 3 5 എന്നുള്ളതായിട്ടോ. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഇനി അടുത്ത് നമുക്ക് മിഡിൽ, അതിന് മുന്നേ ഈ n നേരത്തെ പോലെ തന്നെ ലെങ്ത് ഓഫ് അരേൻ്റെ ലെങ്ത് എത്രയെന്ന് കണ്ടുപിടിക്കാം. മിഡിൽ എലമെൻറ്റ് നമുക്ക് ജസ്റ്റ് പറയാം n/2 ആണ് മിഡിൽ എലമെൻറ്റ് എന്ന് പറയാം. ഓക്കെ, നടുക്കത്തെ ആൾ. ഇനി നമുക്ക് ഇവിടെ ഒരു ജസ്റ്റ് ഒരു ആൽഗോരിതം ഇങ്ങനെ ചെയ്താൽ എന്ത്, നമുക്കൊരു സിമ്പിളായിട്ടൊരു ആൽഗോരിതം ചെയ്താൽ ബൈനറി സെർച്ചിൻ്റെ സ്റ്റാർട്ടിങ് i ഇസ് ഈക്വൽ ടു 0 j ഇസ് ഈക്വൽ ടു n ഇവിടെ നിന്ന് തുടങ്ങുന്നു. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു ലൂപ്പ് ഇടുക, വൈൽ i ഇസ് ലെസ് ദാൻ j, അതായത് ലെഫ്റ്റിലുള്ളവൻ ലെഫ്റ്റിലും റൈറ്റിലുള്ളവൻ റൈറ്റിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, മിഡിൽ ഇസ് ഈക്വൽ ടു ഇങ്ങനെ ജസ്റ്റ് ഞാൻ മിഡിൽ ഒന്നും കൂടി ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം, j+2 ഇങ്ങനെ എടുക്കാം. ഓക്കെ, അതാകുമ്പോൾ നടുക്കത്തെ ആളെ എപ്പോഴും കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഞാൻ എന്ത് ചെക്ക് ചെയ്യും, ആരേൻ്റെ മിഡിലത്തെ ആള് എക്സ് ആണോ നോക്കും. എക്സ് ആണെന്നുണ്ടെങ്കിൽ ആരെ റിട്ടേൺ ചെയ്യും, യെസ്. എല്ലാ എക്സ് എല്ലാ എന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ജസ്റ്റ് നോക്കും ഈ മിഡിൽ എലമെൻ്റ് ഇല്ലേ, മിഡിൽ എലമെൻറ്റ് എക്സിനേക്കാളും ചെറുതാണോ നോക്കുക. മിഡിൽ എലമെൻറ്റ് എക്സിനേക്കാളും ചെറുതാണ് നമുക്കറിയാം, എക്സ് ഇനി റൈറ്റ് സൈഡിൽ ഉണ്ടാവുക എന്നുള്ളത്. അപ്പം റൈറ്റ് സൈഡിലുള്ള ഐനെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ട് മിഡിലേക്ക് ആക്കും. ഓക്കെ, അല്ലെങ്കിൽ എൽസ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ j ഇസ് ഈക്വൽ ടു m എന്നാക്കും. മനസ്സിലായില്ലേ. അപ്പം നമ്മൾ ഇതിനിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഒന്നുകിൽ ഈ സൈഡിലേക്ക് അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം നമ്മൾ ഒരു സൈഡ് മാത്രമേ എപ്പോഴും നോക്കുകയുള്ളൂ. ഓക്കെ, അങ്ങനെയുള്ള ഒരു ആൽഗോരിതം. ബൈനറി സെർച്ച് ഇനി കൂടുതൽ ഡെപ്ത് ആയിട്ട് ഞാൻ പോകുന്നില്ല, പക്ഷേ ഇങ്ങനെ ഒരു ആൽഗോരിതം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ എൽസ് ഇങ്ങനെ ഒരു ഇത് എന്നിട്ട് ഇതിങ്ങനെ കമ്പയർ ചെയ്ത് മേലോട്ട് ഇങ്ങനെ പോകും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഒന്ന് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇതെന്താ, ഫോർ i ഇസ് ഈക്വൽ ടു 0 to n, അതായത് നമ്മൾ ഓരോ എലമെൻറ്റ് നോക്കുക 3 1 2 5 0. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ നോക്കും 3, നമ്മൾ എക്സ് എത്ര 1 ആണ്, 3 1 ആണോ നോക്കും, അല്ല 1 ഇസ് ഈക്വൽ ടു 1 ആണോ, അതേ ആണ്. ഇവിടെ റിട്ടേൺ കൊടുക്കും. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ 1 നോക്കും, 2 നോക്കും, 5 നോക്കും, 0ന് കിട്ടി. ഒക്കെ ആൻസർ കറക്റ്റ് ആണ്, നമുക്ക് ആൻസർ റിട്ടേൺ ചെയ്യാം. അത്രേ ഉള്ളൂ, സിമ്പിൾ ആൽഗോരിതം അല്ല, എല്ലാവർക്കും പെട്ടെന്ന് ആലോചിച്ചാൽ കിട്ടുന്ന ആൽഗോരിതം. പക്ഷേ ഇതിന് ടൈം കോംപ്ലക്സിറ്റി എത്രയാണ്, നമ്മൾ മൊത്തം അരേനെ ഒരു തവണയെങ്കിലും നോക്കുന്നുണ്ട് എല്ലാ എലമെൻറ്റിനും. ഓക്കെ, ഇതിലെ ബെസ്റ്റ് കേസ് എന്താ,
എലമെന്റ് ഫസ്റ്റ് തന്നെ വന്നു കഴിഞ്ഞാൽ ആൻസർ കിട്ടി. വേസ്റ്റ് കേസ് എന്താ, എലമെന്റ് ഏറ്റവും ലാസ്റ്റിലാണ്. ആവറേജ് കേസ് എന്താ, എലമെന്റ് ഇതിന്റെ ഇടയ്ക്ക് എവിടെയാണെങ്കിലും. ഓക്കെ, അത്രേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വേസ്റ്റ് കേസ് ആണ് അപ്ലൈ ചെയ്താൽ ടൈം കോംപ്ലക്സിറ്റി ഓഫ് എൻ. ഓക്കെ, നിങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടിയെന്ന് മനസ്സിലുണ്ടെന്ന് വിചാരിക്കണം. നമ്മൾ ഈ പറഞ്ഞ ഈ ആൽഗോരിതം കണ്ടോ, ഈ ആൽഗോരിതത്തിലേക്ക് പോകണം കേട്ടോ. ഇതൊക്കെ വൈൽ ലൂപ്പിനുള്ളിലാണ്. തോന്നുന്നത് ഇത് ഞാൻ ഒന്നുകൂടി ഒന്ന് വൃത്തിയിൽ കുറച്ചുകൂടി എഴുതാം, അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ സുഖം ഉണ്ടാവും. ഫസ്റ്റ് തന്നെ ഞാൻ അരേനെ സോർട്ട് ചെയ്യുന്നു. ഓക്കെ, ഫസ്റ്റ് അരേനെ സോർട്ട് ചെയ്തു. പിന്നെ ഞാൻ എന്താ പറയുക, കുറച്ചും സിമ്പിളായിട്ട് ഐ ഈസ് ഇക്വൽ ടു 0 എന്ന് എഴുതാം. ജെ ഈസ് ഇക്വൽ ടു ലെങ്ത് ഓഫ് അരേ. ഓക്കെ, അരേൻ്റെ ലെങ്ത് എത്ര നോക്കും. എന്നിട്ട് ഞാൻ വൈൽ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. വൈൽ ലൂപ്പ് എത്ര, ഇതെപ്പോഴും നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതിപ്പം ഈ തന്നിരിക്കുന്ന അരയാണെന്നുണ്ടെങ്കിൽ, തന്നിരിക്കുന്ന എക്സാമ്പിൾ എന്തായിരുന്നു, നമ്മൾ 3 1 2 5 0 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഐ ഇപ്പോൾ ഇവിടെയാണുള്ളത്, ജെ ഇപ്പോൾ ഇവിടെയുള്ളത്. ഓക്കെ, ഈ ഐ ഇസ് ലെസ് ദാൻ ജെ, അതായത് രണ്ട് അറ്റത്തിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിഡിൽ എലമെന്റ് ആദ്യം കണ്ടുപിടിക്കുക. മിഡിൽ ഞാൻ ജസ്റ്റ് ഐ പ്ലസ് ജെ ബൈ 2 എന്ന് കൊടുക്കുക. അതായത് എത്രയാണ്, 0 1 2 3 4. അപ്പം 4 + 0 ഡിവൈഡ് ബൈ 2 എത്ര, 2. അപ്പം നടുക്ക് ഇതാണ് കണ്ടോ, ശരിയാണ്, നടുക്ക് തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടെ അത് കിട്ടും. എന്നിട്ട് നമ്മൾ നോക്കുക ഇവർ ഈക്വൽ ആണോ. അതായത് അരേ ഓഫ് എം ഈക്വൽ ടു എക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, റിട്ടേൺ ട്രൂ. ഓക്കെ, ഇങ്ങനെ റിട്ടേൺ കൊടുക്കുക. എല്ലാ അങ്ങനെ എല്ലാം എന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ നോക്കുക. അരേ ഓഫ് മിഡിൽ എലമെന്റ് എക്സിനേക്കാളും ചെറുതാണെന്നുണ്ട്, അതായത് ഈ 2-നേക്കാളും 2 എക്സിനേക്കാളും ചെറുതായിട്ട്. എക്സ് എത്രയാണ് നമുക്ക് തന്നെ, ഇപ്പോൾ 5 ആണെന്ന് വിചാരിക്കൂ. എക്സ് ഇപ്പോൾ 5 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് ചെറുതാണെന്നുള്ളത്. ഇപ്പം സോറി ഇട്ട് ഇതിന് മുന്നേ അത് സോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ ഈ ഫസ്റ്റത്തെ സ്റ്റെപ്പിൽ സോർട്ട് ചെയ്തുകൊണ്ട് ഇവിടെ ശരിക്കും ഇത് ഇങ്ങനെയാണ് 0 1 2 3 5. ഓക്കെ, ഇപ്പോൾ 2 നമുക്ക് ഇവിടെ കിട്ടി. നമുക്ക് വിചാരിക്കാം എക്സ് 3 ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എക്സ് ഈസ് ഗ്രേറ്റർ ദാൻ 2. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്ത്, നമുക്ക് പറയാം ഐനെ ഐ ഇസ് ഇക്വൽ ടു എം എന്നാക്കാം. ഓക്കെ, അതായത് ഈ ഇവിടെ നിൽക്കുന്ന ഈ അറ്റത്തുള്ള ഐനെ പിടിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ കൊടും. ഓക്കെ, ഇവിടെ കൊടും. അപ്പോൾ നമ്മൾ ആൽഗോരിതം വീണ്ടും പോകുമ്പോൾ നമുക്ക് ഇതിന് രണ്ടിനും നടുക്കത്തെ ആളാരാ നോക്കും, 3 കിട്ടും. മനസ്സിലായില്ല, അങ്ങനെ അത് പോകും. അല്ല അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, നേരെ ഓപ്പോസിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതായത് എ ആർ ആർ ഓഫ് എം ഗ്രേറ്റർ ദാൻ എക്സ് ആണെന്നുണ്ടെങ്കിൽ എന്താ, ജെ ഇസ് ഇക്വൽ ടു എം ആക്കുക. അതായത് ഇവിടെ ഉള്ളവന് ഇവിടെ എല്ലാം നടുക്ക് കിടുക, ഐ ഇവിടെ തന്നെയാണ്. പക്ഷേ ഈ സൈഡിലേക്ക് നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. മനസ്സിലായില്ല, ഈ സാധനമാണ് ലോജിക്ക്. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഈ വൈൽ ലൂപ്പിന്റെ കോംപ്ലക്സിറ്റി നോക്കാം. ഓക്കെ, എം ഇസ് ഇക്വൽ ടു ഐ പ്ലസ് ജെ ബൈ 2. ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊരു കോൺസ്റ്റന്റ് ഓപ്പറേഷൻ ആണ്, വലിയ സമയം എടുക്കില്ല. ഐ ലെസ് ദാൻ ജെ, നമുക്ക് ജസ്റ്റ് ഇവിടെ ഐൻ്റെയും ജെൻ്റെയും വാല്യൂ ട്രാക്ക് ചെയ്യുക. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. മൊത്തം ജെൻ്റെ വാല്യൂ എത്ര, 3 5 അല്ലെ, 0 1 2 3 4 4ലാണ് കിടക്കുന്നത്. ഓക്കെ, ഇനി എ ആർ ആർ ഓഫ് എം, മിഡിൽ എലമെന്റ് 2 ആണ്. ഓക്കെ, എക്സിന്റെ വാല്യൂ 0 ആണ്. എക്സിൻ്റെ വാല്യൂ 0 ആണ്, മറക്കണ്ട. നമ്മൾ എന്ത് ചെയ്യും, എക്സ് ഈക്വൽ ടു 2 ആണോ നോക്കുക. അല്ല, ഇതൊരു കോൺസ്റ്റന്റ് ഓപ്പറേഷൻ ആണ്, ഇത് കോൺസ്റ്റന്റ് ഓപ്പറേഷൻ ആണ്. അല്ല, ഇത് എക്സ് ഈക്വൽ ടു സോറി 2 0-നേക്കാളും ചെറുതാണോ നോക്കുക. 2 0-നേക്കാളും ചെറുതല്ല, അപ്പം ഈ കണ്ടീഷൻ ശരിയല്ല. രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോകും. മിഡിൽ എലമെന്റ് എക്സിനേക്കാളും വലുതാണോ, അതെ. അപ്പം ജെനെ ചെറുതാക്കാം. അപ്പം ഈ ജെനെ നമ്മൾ ഇങ്ങോട്ട് ഇട്ട്. ഓക്കെ, അപ്പം ജെൻ്റെ വാല്യൂ എത്രയായി, 2 ആയി. ഓക്കെ, ഐൻ്റെ വാല്യൂ ഇപ്പോഴും 0 ആണ്. ഒരു ഇട്രേഷൻ കഴിഞ്ഞിട്ടോ, ഇവിടെ നമ്മൾ വാല്യൂസിന് മാറ്റി അടുത്ത ഇട്രേഷൻ ഇത് കഴിഞ്ഞ് നമ്മൾ വൈൽ ലൂപ്പിന് ഇവിടെ മേലെത്തി. ഓക്കെ, വീണ്ടും നോക്കും 0 ഐ ലെസ് ദാൻ ജെ 0 ലെസ് ദാൻ 2 ട്രൂ ആണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഇട്രേഷനിലെത്തി. ഓക്കെ, രണ്ടാമത്തെ ഇട്രേഷനിൽ നമ്മളിപ്പം 0 1 2ലാണ് കിടക്കുന്നത്. അപ്പം ഞാൻ ഇതിൻ്റെ മിഡിൽ എലമെന്റ് എടുക്കണ്ടേ. ഇതിൻ്റെ മിഡിൽ എലമെന്റ് എന്താ, എം എടുക്കും. എം ഇപ്പം എത്രയായി, 1 ആണ് മിഡിൽ എലമെന്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 1 ആണ് മിഡിൽ എലമെന്റ്. വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കും, 1 0-നേക്കാളും ചെറുതാണോ ചോദിക്കും. അല്ല, ഈ കണ്ടീഷൻ തെറ്റി. വീണ്ടും രണ്ടാമത്തേക്കും 1 0-നേക്കാളും വലുതാണോ നോക്കും. അതേ, വലുതാണ്. അതുകൊണ്ട് ജെനെ നമ്മൾ എമ്മിലേക്ക് മൂവ് ചെയ്തെന്ന് പറയും അല്ലേ. അപ്പം വീണ്ടും ജെനെ നമ്മൾ ഇവിടേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ജെനെ നമ്മൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പം ഇവിടെ വാല്യൂ ഒക്കെ അപ്ഡേറ്റ് ആയില്ലേ. അപ്പം വീണ്ടും ഐ ഇവിടെയാണ്, ജെ ഇപ്പം എന്തായി, ജെ 1 ആയി. ജെ 1. ഇനി നമ്മൾ എന്ത് ചെയ്യും, മിഡിൽ എലമെന്റ് നോക്കും. 0 + 1 ഡിവൈഡ് ബൈ 2 എത്രയാണ്, 1 ഡിവൈഡ് ബൈ 2 0 എന്ന് തന്നെയാണ് മിഡിൽ എലമെന്റ് വരിക. ഓക്കെ, കാരണം ഫ്ലോട്ടിംഗ് വാല്യൂ ആണ്, അല്ലെങ്കിൽ ഇൻറ്റീജർ വാല്യൂ ആണ് വരിക, ഫ്ലോട്ടിംഗ് അല്ല. അപ്പം 1/2 0.5 ഉള്ള റൗണ്ട് ചെയ്താണ്ട് 0ലേക്കാണ് വരിക. അപ്പോൾ നമ്മൾ മിഡിൽ എലമെന്റ് ഇപ്പം നിൽക്കുന്നത് ഇവിടെയാണ് കേട്ടോ, 0ലാണ്. ഇനി നമ്മൾ നോക്കും മിഡിൽ എലമെന്റ് ഈക്വൽ ടു 0 ആണോ നോക്കും. യെസ് ആണ്, നമ്മൾ റിട്ടേൺ 0 കൊടുത്തു. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. നമ്മൾ ആൽഗോരിതം സ്റ്റോപ്പായി. പക്ഷെ നിങ്ങൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മളിവിടെ എത്ര തവണ നോക്കി, 1 2 3, ആകെ 3 തവണയാണ് ഈ ലൂപ്പ് റൺ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇവന്തോ 5 എലമെന്റ് ഉണ്ടെങ്കിൽ 3 തവണയാണ് ഇത് റൺ ചെയ്തിട്ടുള്ളത്. ഇനി ഞാനൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം പറഞ്ഞുതരാം.
ഇതെന്തുകൊണ്ടാണ് 3 തവണ റൺ ചെയ്ത് നിങ്ങൾക്ക് അറിയാലോ. ഇതാണ് നമ്മളെ ഇൻപുട്ട്. സോറി, ഇതല്ല, ഇത് സോർട്ട് ചെയ്തതിനു ശേഷമല്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഇൻപുട്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ പകുതിയാക്കി അല്ലേ, വീണ്ടും നമ്മൾ ഇതിനെ പകുതിയാക്കി, വീണ്ടും നമ്മൾ ഇതിനെ പകുതിയാക്കി അല്ലേ. ഈ സെയിം സാധനം നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ഇത് കുറേ എലമെന്റ്സ് ഉണ്ട് വിചാരിക്കും. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കുറേ എലമെന്റ്സ് ഉണ്ട്. ഇങ്ങനെ കുറേ എലമെന്റ്സ് ഉണ്ട് വിചാരിക്കും. ഇങ്ങനെ നമുക്ക് കുറേ എലമെന്റ്സ് ഉണ്ട്. ഇങ്ങനെ കുറേ എലമെന്റ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ അരേ. ഇതൊക്കെ നമ്പേഴ്സാണ്. നമ്മൾ എന്ത് ചെയ്യും, ഫസ്റ്റത്തേതിൽ നമ്മൾ ഒരു പകുതി എടുക്കും അല്ലേ. ആദ്യം നമ്മൾ ഒരു പകുതി എടുത്ത്, അതിനുശേഷം നമ്മൾ അടുത്ത പകുതി എടുക്കും അല്ലേ. പിന്നെ അതിനുശേഷം വീണ്ടും അതിൻ്റെ അടുത്ത പകുതി എടുത്ത്, പിന്നെ നമ്മൾ ലാസ്റ്റ് വീണ്ടും ഒരു പകുതി എടുത്ത്, ലാസ്റ്റ് ഇവിടെ ഒരു എലമെന്റ് ഉള്ളതാണ് നമ്മളെ ആൻസർ. ഇത് നിങ്ങളൊന്ന് ലോജിക്കലി ഒന്ന് ആലോചിക്കും. ഇതിപ്പോൾ 100 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 100 ആൾക്കാർ, നമ്മൾ N 100 ഉണ്ട്. ഓക്കെ, ഒറ്റയടിക്ക് അടുത്ത റൗണ്ട്, അതായത് ഫസ്റ്റ് ഇറ്ററേഷനിൽ തന്നെ നമ്മൾ Nൻ്റെ സൈസ് പകുതിയായി. രണ്ടാമത്തെ ഇറ്ററേഷനിൽ നമ്മൾ Nൻ്റെ സൈസ് എത്രയായി? 25ആയി. മൂന്നാമത്തെ ഇറ്ററേഷനിൽ നമ്മൾ Nൻ്റെ സൈസ് എത്രയായി? അതിൻ്റെയും പകുതിയായി. നാലാമത്തേലും അതിൻ്റെയും പകുതിയായി അല്ലേ. അഞ്ചാമത്തേൽ വീണ്ടും പകുതിയായി. ഇത് ഇങ്ങനെ ഒരു എക്സാമ്പിൾ ആട്ടോ ഞാൻ പറയുന്നത്. ഇങ്ങനെ പകുതിയായി. ആറാമത്തേൽ എന്തായി? വീണ്ടും പകുതിയായി. N = 1 ആയി. ഏഴാമത്തെ ഇറ്ററേഷനിലോ N = 0. ഇനി ഇത് ചെറുതാക്കാല്ലേ, നമ്മൾ ഇൻപുട്ട് സൈസ് കഴിഞ്ഞു. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ എത്തുമ്പോൾ കോൺസ്റ്റന്റ് ആയി. അതായത് ഇപ്പോൾ 100 എലമെന്റ് ഉണ്ടെങ്കിൽ 7 ഇറ്ററേഷൻ കൊണ്ട് നമുക്കിത് പകുതിയാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് 1000 ആണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ 10,000, 1,00,000, എന്തായാലും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക. ഇതിങ്ങനെ പകുതിയായിട്ട് ഇങ്ങനെ കുറഞ്ഞുകൊണ്ട് വെക്കുക. നമ്മളെ സെർച്ചിങ് സ്പേസ്, അതായത് നമ്മുടെ ഇൻപുട്ട് സ്പേസ് നമ്മൾ ഓരോ ഇറ്ററേഷനിലും പകുതിയായിട്ട് കുറക്കുമ്പം ഇതിന് നമ്മൾ മാത്തമാറ്റിക്കലി ഇതിന് പറയുന്ന സാധനമാണ്, ഇത് ലോഗരിതമെറ്റിക്കലി ഡിക്രീസിങ് ആണ് സാധനം. മനസ്സിലായോ? അതായത് ഏറ്റവും മാക്സിമം ഇപ്പോൾ നമുക്ക് ഇവിടെ 100 എന്ന് നമ്മളിങ്ങനെ ഓരോ തവണ പകുതി നമുക്ക് 7 എന്നാണ് കിട്ടിയത്. ഓക്കെ, ഇപ്പം മാത്തമാറ്റിക്കലി ഞാൻ പെട്ടെന്ന് സിമ്പിളാക്കി പറഞ്ഞാൽ, നമ്മൾ ഓരോ തവണ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഓരോ തവണ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ Nനെ നമ്മൾ ചെറുതാക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഓരോ റൗണ്ടിൽ നമ്മൾ പോകുമ്പോൾ Nനെ N/2 ആക്കുന്നത്, രണ്ടാമത്തെ റൗണ്ടിൽ പോകുമ്പോൾ വീണ്ടും ഇതിനെ /2 ആക്കുന്നത്, വീണ്ടും മൂന്നാമത്തെ ഇതിനെ /2. അപ്പം ബേസിക്കലി നമ്മൾ ഓരോ തവണ N/2⁻x എത്ര തവണ ഇറ്ററേറ്റ് ചെയ്യുന്നു അത്രയും തവണ ഇത് കുറക്കുന്നത് അല്ലേ. ഇതാണ് സംഭവിക്കുന്നത്. ഇതിന് നമ്മൾ എങ്ങനെയാണ് ഇനി എഴുതുക? അപ്പം ടൈം കോംപ്ലക്സിറ്റി ഓരോ ലെവലിലും ഇതിങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ കുറഞ്ഞുകൊണ്ട് നമ്മളിത് ഈ 2x നമ്മൾ മേലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ 2x = n എന്നുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, നമ്മളിതിനെ ജസ്റ്റ് ഒരു ലോഗിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എക്സിനെ നമ്മൾ ലോഗ് ടു ദ പവർ ഓഫ് 2 എന്നുള്ള എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക? log of 2x = log of n അല്ലേ. log of n എന്നുള്ളത് കിട്ടും. നമ്മളെ മാത്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഇത് x log of 2 എന്നാണ് ഇത് അല്ലേ. log 2 is constant, അതുകൊണ്ട് ഞാൻ അതിനെ ഇഗ്നോർ ചെയ്യുന്ന x = log n. മനസ്സിലായോ? നമ്മൾ എത്ര ഇറ്ററേഷൻ ഉണ്ടോ അത്രയും x = log n, അതായത് ഇൻപുട്ടിൻ്റെ ലോഗ് സൈസാണ്. അപ്പം ഇതിന് ടൈം കോംപ്ലക്സിറ്റി ഈ ഒരു ലൂപ്പിന് മാത്രം log of n ആണ് വരുന്നത്. ഓക്കെ, ഓഫ് log n. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. കൂടുതൽ ആലോചിക്കേണ്ട, ഒരു സ്പേസ് കോംപ്ലക്സിലെ സെർച്ചിങ് കോംപ്ലക്സിറ്റി പകുതിയായിട്ട്, അതായത് അതിൻ്റെ ഓരോ, ഇപ്പം ഡിക്ഷണറിയിൽ നമ്മളൊരു വേർഡ് സെർച്ച് ചെയ്യില്ല, നമ്മളെങ്ങനെ സെർച്ച്, നമ്മൾ ഒരു വേർഡ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഡിക്ഷണറി മൊത്തം സെർച്ച് ചെയ്യില്ലല്ലോ. നിങ്ങൾ എന്ത് ചെയ്യാം? ഡിക്ഷണറി നടു പേജ് തുറക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന വേർഡ് ആ നടു പേജിൻ്റെ ലെഫ്റ്റ് സൈഡാണോ റൈറ്റ് സൈഡാണോ നിങ്ങൾ മനസ്സിലാക്കും. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഓരോ തവണ ഡിക്ഷണറിൻ്റെ പകുതി ഇങ്ങനെ മാറ്റിയിട്ടാണ് നിങ്ങൾ ആ വേർഡിലേക്ക് എത്തുന്നത്. ആ സെയിം ലോജിക് തന്നെ. അതുകൊണ്ട് നിങ്ങൾ ഹാഫ് ഓഫ് ദ എന്താ പറയുക സെർച്ചിങ് സ്പേസ് കുറച്ചുകൊണ്ട് നിൽക്കുകയാണ് ഓരോ തവണയും. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പം ഈ ഒരു പാർട്ടിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? log n ആണ്. log n ആണ്, കാരണം ഓരോ തവണ പകുതിയാക്കുന്നത്. പിന്നെ മേലെ ഇവിടെ ഈ സോർട്ടിങ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോർട്ടിങ്ങിന് എത്ര നമ്മൾ പറഞ്ഞിട്ടുള്ളത്? n log n. ഓക്കെ, അപ്പോൾ ഇത് മൊത്തത്തിൽ ടൈം കോംപ്ലക്സിറ്റി എത്രയാണ്? മൊത്തത്തിൽ ടൈം കോംപ്ലക്സിറ്റി n log n പ്ലസ് log n. ഓക്കെ, ഇതാണ് ടൈം കോംപ്ലക്സിറ്റി. ഓക്കെ, ഇതിൽ ഏറ്റവും വലിയ ആളാരാണ്? ഏറ്റവും വലുപ്പം കൂടിയ ആൾ ഇവനാണ്, n log n അല്ലേ. n log n ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫൈനൽ ആൻസർ ചെയ്യുമ്പോൾ ഓഫ് n log n. ഓക്കെ, ഇതാണ് നമ്മുടെ ആൻസർ. ഇത് എന്തുകൊണ്ട് നമ്മൾ കുറക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ n ആയതുകൊണ്ട്. അപ്പോൾ ഫോർ ഇവിടെ log k എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ എഴുതുക, കാരണം രണ്ട് വേരിയബിൾ, അത് ഒക്കെ ഒരൊറ്റ വേരിയബിൾ ഒക്കെ n ആയതുകൊണ്ട് മാത്രമാണ് ഇതിൽ ഏറ്റവും വലുത് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടോ എങ്ങനെയാണ് ഇത്. ഇപ്പോൾ n log n ആയി. നമ്മൾ നേരത്തെ പറഞ്ഞ ആൽഗോരിതം ഓഫ് n, ഇതിലേതാ ഏറ്റവും ബെറ്റർ? ഇതിലേറ്റവും ബെറ്റർ ഓഫ് n-ൻ്റെ ആണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇവിടെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് പ്രശ്നം? ഇവിടെ ഒരു log n കൂടി എക്സ്ട്രാ വന്നു. അപ്പോൾ ഇത് കുറച്ച് സ്ലോ ആണ്. പക്ഷേ ഇനി തന്നിരിക്കുന്ന ഇൻപുട്ട് ഓൾറെഡി സോർട്ടഡ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻപുട്ട് ഓൾറെഡി സോർട്ടഡ് ആണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ ചെയ്താൽ ഓക്കെ, ഇൻപുട്ട് സോർട്ടഡ് ആണ്. ഇൻപുട്ട് സോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ഇവിടെ ഈ ഒരു ലൈനിൻ്റെ ആവശ്യമില്ല അല്ലേ. ഇൻപുട്ട് ഓൾറെഡി സോർട്ടഡ് ആണ്. അപ്പോൾ ഈ കോംപ്ലക്സിറ്റി പോയി.
ഇവിടെ ഈ ലോഗൻ എൻ ലോഗൻ എന്നുള്ള കോംപ്ലക്സിറ്റി ഇല്ലേ, വെറും ലോഗൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇപ്പം ഇതിന് ടൈം കോംപ്ലക്സിറ്റി എന്തായി, ലോഗൻ മാത്രമേ ഉള്ളൂ. ഇപ്പം ആരാ ബെറ്റർ, ഇവിടെ ഓഫ് എൻ ആണ്, ഇവിടെ ഓഫ് ലോഗൻ ആണ്. ഇവിടെ ലോഗൻ ആണ് ബെറ്റർ, മനസ്സിലായില്ലേ? അപ്പം ഈ സിറ്റുവേഷൻ കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മളൊരു കോഡ് ചെയ്തും ഒരു ആൽഗോരിതം ചെയ്തും ആ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ടേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ ആൽഗോരിതം എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, എഫിഷ്യൻ്റ് ആക്കണം എന്ന് മനസ്സിലാവും. അപ്പോൾ നേരത്തെ നമുക്ക് ഇൻപുട്ട് സോർട്ടഡ് അല്ല, സോർട്ടഡ് ഇല്ലാത്ത സമയത്ത് നമ്മൾ ഇത്രയും ഇവിടെ എഫിഷ്യൻ്റ് ആക്കിയിട്ട് ഒരു കാര്യമില്ല, മനസ്സിലായില്ലേ? കാരണം എന്താ, അത് ബെറ്റർ ആവത്തില്ല, കാരണം എൻ ലോഗൻ ആണ് ഇവിടെ വരാൻ പോകുന്നത്. പക്ഷേ ഇൻപുട്ട് സോർട്ടഡ് ആണെന്ന് നമുക്ക് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ, നമ്മളെ ഇൻപുട്ട് എപ്പോഴും സോർട്ടഡ് ആണെന്നുണ്ടെങ്കിൽ ആ ആൽഗോരിതമാണ് ഏറ്റവും ബെറ്റർ, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. അതായത് ഈ തന്നിരിക്കുന്ന ആൽഗോരിതം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ ലോജിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിറ്റുവേഷൻ എങ്ങനെയാണ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ ഓരോരോ തന്നിരിക്കുന്ന സിറ്റുവേഷൻ എങ്ങനെയാണ് ടൈം കോംപ്ലക്സിറ്റി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സിറ്റുവേഷൻ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഓരോ സ്റ്റെപ്പ് നോക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ സെർച്ചിങ് സ്പേസ് എത്രത്തോളം കുറയും. ഇപ്പോൾ നമ്മൾ നേരത്തെ തന്ന എക്സാമ്പിൾ എന്താ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമ്മളെപ്പോഴും നമ്മളെ ഇൻപുട്ട്, അതായത് ഐ ഈസ് ലെസ് ദാൻ ജെ എന്നുള്ളൊരു സാധനം ഇവിടെ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഐ ഈസ് ലെസ് ദാൻ ജെയിൽ നമ്മളെപ്പോഴും ഐനെ ഒന്നിൽ മിഡിലേക്ക് ഇടും, അല്ലെങ്കിൽ നമ്മൾ ജെനെ എപ്പോഴും മിഡിലേക്ക് ഇടും. അതായത് ബേസിക്കലി ഒരു സാധനത്തിന് നമ്മൾ പകുതി പകുതി ആക്കുന്നുണ്ട്. ഇതേ സെയിം സാധനം തന്നെ ഞാൻ ഇപ്പോൾ പറയാം, ഫോർ ഐ ഈസിക്കൽ ടു 1 to n എന്ന് കൊടുക്കുക. ഓക്കെ, n ടു 1, അതായത് ഇപ്പം n 100 എന്ന് തരാണ്. ഓക്കെ, പ്രിന്റ് ഐ ഇത്രേ ഉള്ളൂ. ഓക്കെ, പ്രിന്റ് ഐനെ നമ്മൾ പ്രിന്റ് ചെയ്ത് എന്താ സംഭവിക്കുക, ഇതിന്റെ ഔട്ട്പുട്ട് എന്തേക്കാരും, ഇതാണ് ആൽഗോരിതം കേട്ടോ. ഇതിന്റെ ഔട്ട്പുട്ട് എന്താ, സിമ്പിൾ, എപ്പോഴും ഒന്ന് തൊട്ടിട്ട് 100 വരെയുള്ള ഇങ്ങനെ പ്രിന്റ് ചെയ്തുകൊണ്ടേ നോക്കും, അത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ ഇനി ഒരു സാധനം ചെയ്യാണ്, ഇവിടെ ഞാൻ എന്ത് ചെയ്യും, ഒരാളും കൂടി ആഡ് ചെയ്യും, ഐ ഈക്വൽ ടു ഐ ഇൻറ്റു 2 എന്ന്. അതായത് ഓരോ ഇറ്ററേഷനും ഐ ഡബിൾ ആക്കി പോവാന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മൾ ഔട്ട്പുട്ട് എന്തേക്കാരും, ഇവിടെ ഇത്ര 1 തൊട്ടിട്ട് 100 വരെ നമ്മൾ പ്രിന്റ് ചെയ്ത് അല്ലേ, അതായത് n തവണ ഇത് റൺ ചെയ്ത് നമ്മൾ ഈ ഒരു ലൈൻ എക്സ്ട്രാ എടുത്ത്, ഈ ലൈൻ എക്സ്ട്രാ ചെയ്ത് ആദ്യം എന്താ പ്രിന്റ് ചെയ്യുക, ആദ്യം 1 പ്രിന്റ് ചെയ്യും, പിന്നെ 2 ആവും, പിന്നെ 4, 8, 16, 32, 64 കഴിഞ്ഞ് അടുത്ത ആളാരാ, 128 ആണ്. പക്ഷെ 128 പ്രിന്റ് ആവില്ല, കാരണം n 100 വരെ ഉള്ളൂ. ഇപ്പൊ എത്ര തവണ ഇത് പ്രിന്റ് ചെയ്യും, 1, 2, 3, 4, 5, 6, 7, ആകെ 7 തവണ അല്ലേ. ഇതിപ്പോൾ നേരത്തെ സെയിം സാധനമല്ലേ, പകുതി സ്ഥലം മാത്രമേ നോക്കിയിട്ടുള്ളൂ. 64 ലക്ഷം പിന്നെ നോക്കണ്ടും കൂടി ആവശ്യമില്ല. 64 കഴിഞ്ഞാൽ 128, ബാക്കി ആരും നോക്കുന്നില്ല. ഇത് എന്താ പറയുക, നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, സെയിം നേരത്തെ നമ്മൾ ഈ സെയിം ലോജിക്ക് തന്നെയാണ് ഇവിടെയും വർക്ക് ചെയ്തത്. കാരണം നമ്മൾ സ്പേസ് പകുതി ആവുകയാണ്, ഇത് ലോഗ് n തവണയാണ് ഇത് റൺ ചെയ്യുന്നത്. ഇനി ഇവിടെ ഐ ഈസ് ഈക്വൽ ടു 2 പകരം ഞാൻ എന്ത് ചെയ്യും, ഐ ഈസിക്കൽ ടു ഐ ഇൻറ്റു 3 എന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്താ വരിക, ആദ്യം 1 വരും, 3 വരും, 9 വന്ന്, പിന്നെ അത് എത്രയായി, 27 ആയി. 27 ഇൻറ്റു 3 ഇതിൽ 91 അത് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഇനി 100ന്റെ പുറത്തെത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിച്ച്, പ്രിന്റ് ആവില്ല. അത് എത്ര തവണ ഇപ്പോൾ പ്രിന്റ് ആയി, ഇതും ലോഗ് n തവണയാണ് കേട്ടോ, ഇതും ലോഗ് n തവണയാണ് ഇത് പ്രിന്റ് ആവുന്നത്. പക്ഷെ ഇത് ബേസ് 3 ആണ്, ഇവിടെ ബേസ് 2 ആണ്. മനസ്സിലാക്കുക, നമ്മൾ കണ്ടോ, ഡയറക്റ്റ്ലി ഇപ്പോൾ ഇവിടെ ഐ ഈസിക്കൽ ടു 1 എന്ന് കാണുമ്പോൾ നിങ്ങൾ വന്നാണ്ട് എന്ത് ചെയ്ത്, ഒരിക്കലും ഐ ഈസിക്കൽ ടു 1 to n ആണ്, അപ്പം ടൈം കോംപ്ലക്സിറ്റി n ആണ്, അങ്ങനെ വിചാരിക്കുക. നമ്മൾ എത്ര തവണ പ്രിന്റ് ചെയ്യുന്നുണ്ട് നോക്കുക, എന്താണ് അതിൻ്റെ ഉള്ളത്തെ കണ്ടീഷൻ നോക്കുക. ഇവിടെ ഫസ്റ്റത്തെ കണ്ടില്ല, ഒന്നും കൊടുക്കാത്ത സമയത്ത് 100 വരെ പ്രിന്റ് ചെയ്യുന്ന n ആണ് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന്. ഇവിടെ ലോഗ് ഓഫ് n ബേസ് 2ൻ്റെ, ഇവിടെ ലോഗ് ഓഫ് n ബേസ് 3ൻ്റെ വരുന്നത്. ഇനി അതേ സമയത്ത് ഞാൻ ഇതിന് പകരം എന്ത് ചെയ്യുക, നമുക്ക് റിവേഴ്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ഇത് മാറ്റിയാണ്ട് n നിന്ന് 0 വരെയാണ് പോകുന്നത്. ഓക്കെ, n നിന്ന് 0 വരെ പോകാം. പക്ഷേ ഈ ഐ ഇതിവിടെ ഡിവിഷൻ ആണ് കൊടുക്കുന്നത്, ഡിവിഷൻ ബൈ 2 എന്ന് പറഞ്ഞാൽ സെയിം ലോജിക് ഇതേപോലെ തന്നെ വരും. ആദ്യം 100 വരും, പിന്നെ 50 വരും, പിന്നെ 25 വരും, അങ്ങനെ പോകും. അപ്പം വീണ്ടും ലോഗ് n അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളെ ഈ ആൽഗോരിതത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താ നമ്മൾ മനസ്സിലാക്കണം, എന്നിട്ട് നമ്മൾ ടൈം കോംപ്ലക്സിറ്റിയിലേക്ക് വേഗം ചാടാൻ പറ്റും. ഇതിപ്പോൾ എന്താണ്, ഇതിപ്പോൾ ഇൻറ്റു 3, ഇതിന് പറയാൻ ഇപ്പോൾ ഐ പവർ ഓഫ് 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം മാറി അല്ലേ, ഓരോ തവണ ഐൻ്റെ വാല്യൂ ക്യൂബായിട്ട് മാറിക്കൊണ്ടിരിക്കുക, അപ്പം അതിൻ്റെ വാല്യൂ മാറും. അപ്പം നിങ്ങളത് മനസ്സിലാക്കുക, എങ്ങനെയാണ് അതിൻ്റെ ഇൻപുട്ട് വാല്യൂ അല്ലെങ്കിൽ ആ ലൂപ്പിന് മാറുന്നത് വെച്ചാൽ അതിനനുസരിച്ചേക്കാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാലും ഏതൊരു ആൽഗോരിതം കിട്ടി കഴിഞ്ഞാലും എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഫോർ ലൂപ്പ് അല്ല, വേറെ എന്താണ്, സോർട്ടിങ്, ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ സോർട്ടിങ്ങിൻ്റെ ഓരോ ആൽഗോരിതംസ് എത്ര ടൈം കോംപ്ലക്സിറ്റി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അപ്പം ബബിൾ സോർട്ട് ആണെങ്കിൽ ഹീപ്പ് സോർട്ട്, മെർജ് സോർട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇൻസേർഷൻ സോർട്ട്, സെലക്ഷൻ സോർട്ട്, കുറേ സാധനങ്ങൾ. അപ്പോൾ ഇതിനൊക്കെ ഒന്ന് ടൈം കോംപ്ലക്സിറ്റി മനസ്സിലാക്കി വെക്കണം. ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്, അത് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഓരോ ലൂപ്പ് റൺ ചെയ്യുന്നത്, എത്രയാണ് റൺ ചെയ്യേണ്ടതെന്ന് അറിയണതാണ് അതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി കേട്ടോ. അല്ലാതെ അതിൻ്റെ കണ്ടീഷൻ ഇവിടെ n എത്ര ഉണ്ട് അല്ലെങ്കിൽ ഐ എത്ര ഉണ്ട്, അത് എത്ര തവണ റൺ ചെയ്യുമെന്ന് മനസ്സിലാക്കുക. അതിനാണ് ഈ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നത്. അപ്പോഴാണ് ഐഡിയ കിട്ടുക. അപ്പം അത് മനസ്സിലാക്കുക. ഇതൊക്കെയാണ് ബേസിക്കലി നമുക്ക് ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റുള്ള ഫണ്ടമെൻ്റൽ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഈ എക്സാമ്പിൾ എന്താ പറയുന്നത് നോക്കാം. ജസ്റ്റ് ഇതൊരു ആൽഗോരിതാണ്. നമുക്ക് ഇവിടെ ഒരു അരേ തന്നിട്ടുണ്ട്. ഓക്കെ, ഇതൊരു അരയാണ്. ഇവിടെ ഒരു വേരിയബിൾ തന്നിട്ടുണ്ട്. ഓക്കെ, കെ എന്നുള്ള വേരിയബിൾ തന്നിട്ടുണ്ട്. നമുക്ക് ഇതിൽ സ്പേസ് കോംപ്ലക്സിറ്റി എടുക്കുന്നുണ്ടോ നോക്കാം. ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഇവിടെ ഒരു ഡിക്ഷണറി യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഹാഷ് മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു സ്പേസ് കോംപ്ലക്സിറ്റി ഇവിടെ എടുക്കുന്നുണ്ട്. ഓക്കെ,
n is equal to nums. അത് ആ അരയിലുള്ള എല്ലാ എലമെന്റ്സും നമ്മൾ നോക്കുന്നു, ഇവിടെ ആഡ് ചെയ്യുന്നു, മോഡുലസ് എടുത്ത് നോക്കുന്നു, ഇവിടെ വാല്യൂവിന് നമ്മൾ ഹാഷ് മാപ്പിലേക്ക് ആഡ് ചെയ്യുന്നു, അല്ല റിസൾട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു, ഇവിടെ ഹാഷ് മാപ്പിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതൊക്കെ കോൺസ്റ്റൻസ് സാധനങ്ങളാണ്. 1 കോൺസ്റ്റന്റ് ആണ്. എത്ര തവണ റൺ ചെയ്യുന്നുണ്ട്, ആ അരയിലുള്ള എല്ലാ എലമെന്റ്സിനും നമ്മൾ നോക്കുന്നുണ്ട് അല്ലെ. എല്ലാ എലമെന്റ്സും നോക്കണം. അതിന്റെ ലെങ്ത് എത്ര, അരേന്റെ ലെങ്ത് നമുക്ക് പറയാം n ആണെന്നുള്ളത്. ഓക്കെ, n ആണ് അതിന്റെ ലെങ്ത് എന്നുണ്ടെങ്കിൽ n തവണ ഇത് റൺ ചെയ്യുന്നുണ്ട്. ഹാഷ് മാപ്പിൽ നമ്മൾ ഓരോ തവണ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് പറയാം ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓഫ് n ആണെന്നുള്ളത്. ഓക്കെ, ഓഫ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റിയോ, ഇവിടെ ഒരു ഹാഷ് മാപ്പ് എടുക്കുന്നുണ്ട്, അതിന്റെ മാക്സിമം ഓഫ് n എലമെന്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ സ്പേസ്. ഇപ്പം കണ്ടില്ലേ, പെട്ടെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് എന്നുള്ളത്. വീണ്ടും വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇത് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ക്വസ്റ്റൻ ആണ്, അതിന്റെ ആൻസർ ആണ്. ഇതിപ്പോൾ ഉണ്ടാവും നമ്മൾ i is equal to n-2 -1 വരെ, അതായത് അതിന്റെ രണ്ടെണ്ണം കുറച്ച് എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ജസ്റ്റ് വേരിയബിൾസ് മാത്രമാണ്. ഇതൊക്കെ 1 കോംപ്ലക്സിറ്റി ആണ്. ഇതിന്റെ ഏറ്റവും മോസ്റ്റ് കേസ് എന്താ, n-2 തൊട്ടിട്ട് 0 വരെ ഇത് എല്ലാം ഫുള്ള് കൂടും. അതായത് ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓഫ് n-2 ആണ്. ഓക്കെ, നമ്മൾ കോൺസ്റ്റന്റ് ഇവിടെ ആഡ് ചെയ്യില്ല, അതുകൊണ്ട് ഇതിന്റെ ആൻസർ എന്താ, ഓഫ് n. ഓക്കെ, സ്പേസ് കോംപ്ലക്സിറ്റി എന്ത് എടുക്കണ്ടില്ല, ഒക്കെ വേരിയബിൾസ് മാത്രമാണ്, ഇവിടെ ഒരു അരയോ ഹാഷ് മാപ്പോ ഒന്നുമില്ല. അപ്പോൾ ഇതിന്റെ സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് 1. ഓക്കെ, ഒന്നും എടുക്കുന്നില്ല, ടൈം കോംപ്ലക്സിറ്റി ഓഫ് n. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് റിക്കേർഷൻസും കാര്യങ്ങളിലേക്കും കടക്കാം. റിക്കർഷനിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം, കോയിൻ ചേഞ്ചിന്റെ. അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, കോയിൻ പറഞ്ഞിട്ട് ഒരു അരേ ഇവിടെ തന്നിട്ടുണ്ട്, എമൗണ്ട് പറഞ്ഞിട്ടുള്ള ഒരു നമ്പർ ഇവിടെ ഉണ്ട്. ഓക്കെ, DP പറഞ്ഞിട്ടൊരു ഹാഷ് മാപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി സ്പേസ് കോംപ്ലക്സിറ്റി എന്തായാലും ഉണ്ട്. ഓക്കെ, എത്രയാണ് സ്പേസ് കോംപ്ലക്സിറ്റി, ഇവിടെ ഓൾറെഡി ഡിഫൈൻഡ് ആണ്, എമൗണ്ട് +1 ടൈംസ് എമൗണ്ട് +1, അതായത് a+1 തവണ. അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് ചെയ്താൽ ഓഫ് a തവണ ഇതുണ്ട്. ഇനി നമുക്ക് വാല്യൂ നോക്കാം. വാല്യൂ എന്താ പറഞ്ഞാൽ 1 തൊട്ടിട്ട് ഇതുവരെ പോകുന്നുണ്ട്. അപ്പം i ഇവിടുന്ന് എത്രയാണ്, 1 തൊട്ടിട്ട് എമൗണ്ട് +1, a+1, അത് ഏറ്റവും a എന്നുള്ളത് മാത്രം എടുത്താൽ. അതിൻ്റെ ഉള്ളിൽ വേറെ ഫോർ ലൂപ്പും കൂടി ഉണ്ട്. സി എത്ര പോകുന്നുണ്ട്, കോയിൻസ്, അതായത് അതിലുള്ള എല്ലാ കോയിൻസും നോക്കുന്നുണ്ട് ഈ അരയിൽ നിന്നുള്ളത്. അപ്പം നമുക്ക് പറയാം 0 to n. n എന്ന് പറയുന്നത് ഈ അരേൻ്റെ സൈസാണ്, ഈ അരേൻ്റെ സൈസ് n ആണ്. ഇത് എമൗണ്ട് തവണ പോകുന്നുണ്ട്. വാല്യൂ -c >0. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒറ്റയടി കണ്ടാണ്ട് ഒരിക്കലും ഇങ്ങനെ പറയാൻ പറ്റില്ല, എന്ത് n × a തവണയാണ് ഇത് റൺ ചെയ്യുന്നത് പറയണം. നമുക്ക് ഇതും കൂടി നോക്കണം, എന്തെങ്കിലും സാധനങ്ങൾ ഇതിൽ അപ്ഡേറ്റ് ആവുന്നുണ്ടോ. നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ ഹാഷ് മാപ്പ് അപ്ഡേറ്റ് ആവുന്നുണ്ട് അല്ലേ, ഹാഷ് മാപ്പ് അപ്ഡേറ്റ് ആവുന്നു. പക്ഷേ ഇവിടെ എവിടെയും ഹാഷ് മാപ്പ് പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇവിടെ എവിടെയും വാല്യൂ അല്ലെങ്കിൽ സി ഒന്നും നമുക്ക് ഈ ഇതിന്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യണ്ടല്ല അല്ലേ. അപ്പം ഇതിന്റെ വാല്യൂ എന്തായാലും മാറാൻ പോകുന്നില്ല. അതുകൊണ്ട് ഒബ്വിയസ്ലി ഈ ഫോർ ലൂപ്പ് ഓഫ് n കോംപ്ലക്സിറ്റിയിലാണ് റൺ ചെയ്യുന്നത്. റിട്ടേൺ ചെയ്യുന്നത് എന്താ, ഹാഷ് മാപ്പ് എന്ന് വാല്യൂ എടുത്താണ്. അപ്പോൾ ഇതൊക്കെ കോൺസ്റ്റന്റ് ടൈം ആണ്, ഇത് കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, ഇതും കോൺസ്റ്റന്റ് ആണ്, ഒക്കെ കോൺസ്റ്റന്റ്. അപ്പോൾ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി ഓഫ് n എന്നാണ്. സ്പേസ് കോംപ്ലക്സിറ്റി എത്രയാ, ഓഫ് a. ഓക്കെ, കണ്ടോ, ഇവിടെ ഇതാണ് ഇതിന്റെ ആൻസർ. നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ട് ഇത് ഒരു നല്ലൊരു എക്സാമ്പിൾ ആണ്. ഇതിൽ കണ്ടോ, വാല്യൂ n² ഒന്നുമല്ല, n × a, സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് a. എങ്ങനെയാണ് ഇവിടെ ഓഫ് a വന്നത് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഓഫ് a എങ്ങനെ വന്നത് ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ആൻഡ് ഇവിടെ എന്തുകൊണ്ടാണ് കോംപ്ലക്സിറ്റി NA ആയതെന്ന് ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. ഇനി ഈ വക ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ടൈം കോംപ്ലക്സിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പക്കാരും നമ്മൾ ലീഡ് കോഡിന്റെ പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിക്കാരും. അതെങ്ങനെയാണെങ്കിലും ഓരോ ആൽഗോരിതംസ് നമ്മുടെ ലീഡ് കോഡിന്റെ ഓരോ വീഡിയോസിൽ നമ്മൾ പറയലുണ്ട്, ടൈം കോംപ്ലക്സിറ്റി എന്താ, സ്പേസ് കോംപ്ലക്സിറ്റി എന്താണ്, എങ്ങനെയാണ് ഇതിലേക്ക് എത്തിയെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത് നമുക്ക് ഇനി എന്തിലേക്ക് പോകാം, നമുക്ക് റിക്കേർഷൻ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് റിക്കേർഷൻ. ഓക്കെ, ഇത് എനിക്കറിയാം ഇത് കുറച്ചൊരു ഡിഫിക്കൽട്ട് ആൻഡ് കൺഫ്യൂസിങ് ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ മാക്സിമം സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞുതരാം. അതിന് മുന്നേ ഞാൻ പറഞ്ഞ ഇതിനൊരു തിയററ്റിക്കൽ പാർട്ട് ഉണ്ട്, അതാണ് മാസ്റ്റേഴ്സ് തിയറം. ഇത് താല്പര്യമുള്ളവരാണ് യൂട്യൂബിൽ ഇപ്പം അബ്ദുൽ ബാരിന്റെ ക്ലാസ്സോ അതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ പഠിക്കാം. അങ്ങനെ പഠിച്ചിട്ടാണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഇഷ്ടം പോലെ നോക്കിയാൽ മതി. ബട്ട് ഇന്ന് ഞാൻ ഈ ഒരു മെത്തേഡിലല്ല ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇന്ന് എൻ്റെതായിട്ടുള്ള എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പഠിച്ച രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, റിക്കേർഷൻ്റെ ഏറ്റവും ബെസ്റ്റ് വേ എന്താണെന്ന് എനിക്ക് തോന്നിയത് നമ്മളെപ്പോഴും വിഷ്വലൈസ് ചെയ്യാം നമ്മൾ ചെയ്യുന്ന അപ്പോൾ നമ്മൾ ഞാൻ ഡീപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഞാനൊരു എക്സാമ്പിളായിട്ട് എടുത്തിട്ടുള്ളത് നമ്മളെ ഫിബൊനാച്ചി സീരീസ് ആണ്. ഫിബൊനാച്ചി സീരീസിന്റെ നമ്മൾ പെർഫോമൻസ് എങ്ങനെയാണ് ഡൈനാമിക് പ്രോഗ്രാമിംഗ് വെച്ചിട്ട് ഇമ്പ്രൂവ് ചെയ്തെന്നുള്ളതാണ് ഞാൻ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടോക്കെ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിക്കാറ് എങ്ങനെയാണ് DPയും അല്ലെങ്കിൽ ടൈം കോംപ്ലക്സിറ്റി ഒക്കെ കാൽക്കുലേറ്റ് ചെയ്താണ് നമുക്കൊരു ആൽഗോരിതം ബെറ്റർ ആക്കുക എന്നുള്ളത്. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയൊക്കെ ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏതൊരു പ്രോബ്ലം കിട്ടി കഴിഞ്ഞാലും റിക്കേർഷനിൽ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് അത് എങ്ങനെ നമുക്കൊരു വിഷ്വലൈസ് ചെയ്താണ്ട് നമുക്കതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ,
അപ്പോൾ ഇവിടെ നമ്മൾ ആ സെയിം സാധനം തന്നെ എടുക്കാം. നമുക്ക് എങ്ങനെയാണ് ഫിബൊനാച്ചി സീരീസിന്റെ ഇത് നോക്കാം. ഫിബൊനാച്ചി സീരീസ് എന്താ നിങ്ങൾക്ക് അറിയുമെന്ന് ഞാൻ വിചാരിക്കും. ഫിബൊനാച്ചി സീരീസ് പറഞ്ഞാൽ ഒരു നമ്പർ, ഫിബൊനാച്ചി സീരീസിന്റെ ഫസ്റ്റത്തെ രണ്ട് നമ്പർ ഉണ്ട്, 0, 1. ഇത് കഴിഞ്ഞാൽ ബാക്കിയുള്ള നമ്പേഴ്സൊക്കെ ഇതിന് തൊട്ട് മുന്നത്തെ രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്ത വാല്യൂ. അപ്പോൾ 0 + 1 1, പിന്നെ 1 + 1 2, പിന്നെ ഇത് രണ്ടിനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3, 3ഉം 2ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 5, 5ഉം 3ഉം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 8, പിന്നെ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 13, അങ്ങനെ പോയിക്കൊണ്ടേ നോക്കും. ഓക്കെ, അപ്പം ഇതാണ് ഫിബൊനാച്ചി സീരീസ്. ഇതൊരു ഇൻഫൈനൈറ്റ് സീരീസ് ആണ്. അപ്പം നമ്മൾ ഒരു പ്രോബ്ലം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്താൽ അഞ്ചാമത്തെ ഫിബൊനാച്ചി സീരീസ് ഏതാ വെച്ചാൽ പ്രിന്റ് ചെയ്യും, നമ്പർ ഏതാ. അപ്പം അഞ്ചാമത്തെ ഏതാ ഇവിടെ 1 2 3 4 5, 5 പറഞ്ഞാൽ 3 പ്രിന്റ് ചെയ്യണം. ആറാമത്തെ നമ്പർ 5 പ്രിന്റ് ചെയ്യണം, അല്ലെങ്കിൽ എട്ടാമത്തെ 13 പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫംഗ്ഷൻ എഴുതാം. ആ ഫംഗ്ഷൻ ഞാൻ പേരിടാണ് ഫിബൊനാച്ചി, ഫിബ് ഓഫ് n. എന്ന് പറഞ്ഞാൽ പൊസിഷൻ. ഓക്കെ, അപ്പോൾ n 5 എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ നമ്പർ പ്രിന്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, അങ്ങനെ പ്രിന്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ എന്തായാലും പ്രിന്റ് ചെയ്യേണ്ടത്, ഫിബൊനാച്ചി ഓഫ് n എന്നുള്ളത് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇവിടെ ഒരു കണ്ടീഷൻ കൊടുക്കുക. എന്താണ്, n ഈക്വൽ ടു 0 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, റിട്ടേൺ 0th വാല്യൂ 0 ആണ്. അതേപോലെ n = 1 ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ 1. ഓക്കെ, ഇങ്ങനെ ഒരു ഇത് കൊടുക്കുക. പിന്നെ നമുക്ക് ഡയറക്റ്റ്ലി ഇവർ രണ്ടുപേരെയും ആഡ് ചെയ്യല്ലേ വേണ്ടി, നമുക്ക് മുമ്പത്തെ നമ്പേഴ്സിനെ ആഡ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആരെ നമ്മൾ ആഡ് ചെയ്യുന്നത്, ഫിബൊനാച്ചി ഓഫ് n അല്ല n-1 പ്ലസ് ഫിബൊനാച്ചി ഓഫ് n-2 അല്ലെ, തൊട്ട ബാക്കത്തെ രണ്ട് ആൾക്കാരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും അല്ലേ. ഈ അഞ്ചാമത്തെ വാല്യൂ വരെ ഇവരെ രണ്ടുപേരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൾ അല്ല. ഈ 5 പറഞ്ഞാൽ 2 + 3, 8 പറഞ്ഞാൽ ഈ 5 + അപ്പം ബാക്കത്തെ രണ്ടുള്ളതൊക്കെ ഇവരെയാണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റിട്ടേൺ ഇവരെ റിട്ടേൺ ചെയ്യാം. ഇത്രേ ഉള്ളൂ നമ്മളെ ലോജിക്ക് അല്ലേ. ജസ്റ്റ് ഈ ആൽഗോരിതം ഒന്ന് റൺ ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സെയിം n = 5 കൊടുക്കുക. 5 വന്ന് n, ഈ ഫസ്റ്റത്തെ ലൈൻ n 0 അല്ല, n 1 അല്ല. അപ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്യാം. എന്താ റിട്ടേൺ ചെയ്യുന്നത്, ആദ്യം വിളിക്കുന്നത് n-1. n-1 പറഞ്ഞാൽ ഇപ്പം ഇവിടെ ഇവിടെ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് 5 ഓക്കെ, 5 സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ റിട്ടേൺ n-1 പ്ലസ് n-2. n-1നെ വിളിച്ചു കഴിഞ്ഞാൽ ആരാണ്, 4. ഓക്കെ, 4നെ വിളിച്ചു. n-2 ആരാണ്, 3. ഓക്കെ, അപ്പോൾ വീണ്ടും നമുക്ക് 4ൻ്റെത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ, 4 ഇവിടെ വന്ന് n = 0 ആണോ അല്ല, n = 1 ആണോ അല്ല. അപ്പോൾ നമ്മൾ വീണ്ടും ഇവരെ റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്യുന്ന ആരാ, 4 - 1 4 - 2. 4 - 1 ആരാണ്, 3 അല്ലേ. 4 - 2 2. ഓക്കെ, വീണ്ടും 3 ആണ് ഇവിടെ ഫസ്റ്റ്. അപ്പോൾ 3ലേക്ക് പോകണം. 3 0 അല്ല, 1 അല്ല, വീണ്ടും n-1 n-2. അപ്പോൾ നമ്മൾ വീണ്ടും ഇവരെ കോൾ. ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് വിചാരിക്കുന്നത് അല്ലേ, സിമ്പിൾ അല്ലേ ഇത് കാണുന്നത്. അപ്പോൾ n = 1 എത്തി, നമ്മൾ 2ലെത്തി. അപ്പം 2 അവിടെ വന്ന് 2 n = 0 അല്ല, n = 1 അല്ല, വീണ്ടും n-1 n-2. n-1 ആരാണ്, 1. n-2 ആരാണ്, 0 അല്ലേ. വീണ്ടും നമ്മൾ ഇവിടെ എത്തി, n = 0 അല്ല, n = 1. അതെ, n = 1 ആണ്. അപ്പം നമ്മളെ ആൻസർ ഇവിടെ 1 എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇവിടെ 1 എന്ന് കിട്ടി. അടുത്തത് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ് ഇവിടെ റിട്ടേൺ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കോളൊന്നുമില്ല, ഈ അടിയത്തേക്ക് എത്തുന്നില്ല. നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ റിട്ടേൺ ആയി കേട്ടോ. തിരിച്ച് മേലേക്ക് വന്ന് 1 കഴിഞ്ഞ് പിന്നെ മേലേക്ക് വന്ന് 2ലുള്ള 0നെ വിളിച്ചില്ല, അപ്പോൾ 0. n = 0, അത് ഇവിടെ റിട്ടേൺ 0. അപ്പോൾ ഇവിടെ റിട്ടേൺ 0 എന്നുള്ളത്. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞ് മേലേക്ക് വന്ന് 2ലെത്തി. 2ൻ്റെ ആൻസർ എന്താ, ഇവിടെ എന്താ നമുക്ക് ആൻസർ കിട്ടിയ 1, ഇവിടെ 0. 1 + 0 എത്ര, 1 + 0 ഇവിടെ 1. ഓക്കെ, ഇനി ഇവിടുന്ന് മേലേക്ക് ഇവിടെ എത്തി 3ൻ്റെ ഈ 1ൻ്റെ ഏരിയ ബാക്കിയുണ്ട്. അപ്പോൾ 1ലേക്ക് ഇവിടെ n = 0 ആണല്ല, n = 1 അതേ 1 ആണ്. അപ്പം ഇവിടെ ആൻസർ 1 അല്ലേ. 1 കിട്ടി. 1 നമ്മൾ തിരിച്ച് ഇവിടെ കൊണ്ടുവരാം. രണ്ടുപേരെ ആഡ് ചെയ്യേണ്ട. ഇവിടെ n-1 2, അതായത് ഈ n-1 ആരാണ്, ഈ കാണുന്ന 2. ഈ n-2 ആരാണ്, ഈ കാണുന്ന 1. ഇവർ രണ്ടുപേരെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുന്നത്, ഇവിടുത്തെ ആൻസർ 1. 1 + 1 2. അപ്പോൾ ഇവിടെ വാല്യൂ 2 ആയി അല്ല. ഇനി അതുപോലെ മേലേക്ക് വന്ന് 4ൻ്റെ അടുത്ത രണ്ടാമത്തെ 2ൻ്റെത് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ 2ലേക്ക് വന്ന് n = 0 ആണോ അല്ല, n = 1 ആണോ അല്ല. അപ്പോൾ n = n-1 ഇതും. അപ്പം ഇവിടെ n-1 എന്താണ്, 1. n-2 എന്താണ്, 0 അല്ലേ. ഇനി n = വീണ്ടും അടുത്ത ഇതിൽ വരും 0 അല്ല, ഇവിടെ എത്ര ആൻസർ, ഇവിടെ 1 എന്നുള്ളത് കിട്ടി. ഇവിടെ 1 എന്നുള്ളത് കിട്ടി. ഇവിടെ 0ൻ്റെ കേസിൽ 0 എന്നുള്ളത് കിട്ടി. തിരിച്ചു വന്ന് ഇവിടെ രണ്ടുപേരും ആഡ് ചെയ്തു. ഇവിടെ ആൻസർ 1 ആയി. ഇനി ഇത് മേലേക്ക് വരുമ്പോൾ എന്താ, ഈ 1നെയും ഇവിടുത്തെ 2നെ ആഡ് ചെയ്യും. ഇവിടെ 3 എന്നുള്ള ആൻസർ കിട്ടി അല്ലേ. ഇനി ഇവിടെ 5ൽ ഇവിടെ 3 ബാക്കിയുണ്ട്. 3ൻ്റെത് നമുക്ക് നോക്കാം. n-1 വന്നു, n-2 വന്നു, വീണ്ടും 2. അപ്പോൾ n-1 n-2 അല്ലേ. നമുക്ക് ഇവിടെ ആൻസർ കഴിയാൻ ഇവിടെ n = 1 ആണ്. അപ്പോൾ 1 എന്നുള്ള ആൻസർ കിട്ടി. 0 ആണ്, ഇവിടെ 0 എന്നുള്ള ആൻസർ കിട്ടി. രണ്ടുപേരും തിരിച്ചും ആഡ് ചെയ്തിട്ട് ഇവിടെ 1 എന്ന് വരും. 1ൻ്റെ കേസിൽ ആൻസർ 1. അപ്പോൾ ഈ 1നെയും 1നെ ആഡ് ചെയ്ത് അവിടെ 2 എന്ന് കിട്ടി. ഇനി ഇവിടെ 4ഉം 3ഉം, അതായത് 3 + 2 3 + 2 ഇവിടെ തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ എത്ര ആൻസർ, 5 അല്ലേ. ഫിബൊനാച്ചി സീരീസ് എന്തായിരുന്നു, അഞ്ചാമത്തെ വാല്യൂ ആയിരുന്നു. ഇത് 0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4, ഇത് 5. ഫിഫ്ത്ത് വാല്യൂ എന്താ, 5 അല്ലേ. അപ്പോൾ മനസ്സിലായില്ല എങ്ങനെ നമുക്ക് ഈ ആൻസർ കിട്ടിയ 5 ഇവിടെ എങ്ങനെ കിട്ടിയെന്ന് ഇപ്പോൾ മനസ്സിലായിട്ടില്ലേ. അപ്പം
ഇതാണ് നമ്മളത്. അപ്പോൾ നമ്മളിനി ജസ്റ്റ് ഈ ഒരു കാര്യം നോക്കുക. എന്താ നോക്കേണ്ടത്? നമ്മളിത് എത്ര തവണ ഇതിൽ പോയിട്ടുണ്ട് നോക്കി നോക്കിയാൽ 5 1 ഇതൊന്ന് 2 3 4 5 ഒക്കെ 5 തവണ ഇപ്പോൾ ഇവിടെ വിളിച്ച്. ഇത് 6 7 8 9 10 11 12 13 14 15 15 തവണ നമ്മളിത് വിളിച്ച് അല്ലേ. എന്നിൻ്റെ വാല്യൂ എത്രയായിരുന്നു? എന്നിൻ്റെ വാല്യൂ 5. നമ്മൾ മൊത്തം എത്ര തവണ ഇത് വിളിച്ചു? ഓക്കെ, നമ്മളിപ്പോൾ മൊത്തം 15 തവണ വിളിച്ചു അല്ലേ. 15 തവണ ടോട്ടൽ കോൾസ് നമുക്ക് ഇവിടെ ജസ്റ്റ് ചെയ്തിടാം. ടോട്ടൽ കോൾ അതായത് എത്ര തവണ ഈ നീല വട്ടാണ് നമ്മൾ ഫംഗ്ഷൻ ഓരോ തവണ വിളിച്ചല്ലേ. ഈ ഫംഗ്ഷനെ വിളിച്ച ഓരോ തവണയാണ് നീല വട്ടം കേട്ടോ. അപ്പം ടോട്ടൽ ഫംഗ്ഷൻ 15 തവണ വിളിച്ച്. നമ്മൾ n എത്രയാ? n 5. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇത് 2n-1 കൊടുത്താൽ ഈ ഇക്വേഷനിലേക്ക് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് 2n-1 2 എത്രയാണ്? 16 -1 15 ഉണ്ടോ. 15 തവണ വിളിച്ച് 15 തവണ വിളിച്ചു. ഇപ്പം ഞാൻ n=6 ആണ്. ഇപ്പം നമ്മൾ 5ാമത്തെ ഫിബൊനാച്ചി സീരീസിനെ വിളിച്ചത് അല്ലേ. ഈ സെയിം സാധനം 6ാമത്തെ ഫിബൊനാച്ചി സീരീസിനെ നമ്മൾ വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ആൻസർ ആവുക? 2 6 - 1 അതായത് 2 5 അതായത് 32 - 1 അതായത് 31 തവണ അതിനെ വിളിക്കും. അതായത് 31 നീലവട്ടങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. n=10 ആയി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ n=11 n=11 എന്ന് പറയുമ്പോഴത്തേന് എത്രയായി? 1024 - 1 1023 തവണ ഈ ഫംഗ്ഷനെ വിളിച്ചിട്ടുണ്ടാവും. 1023 നീലവട്ടങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മൾ ഫിബൊനാച്ചി ഇവിടെ വിഷ്വലൈസ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് മനസ്സിലായി? ഇതിങ്ങനെ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കൊരു ഐഡിയ കിട്ടും എത്ര തവണയാണ് ഇത് വിളിക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാണ്ട് കണ്ടോ, ഇങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് കണ്ടോ, ഇതിങ്ങനെ നമ്മൾ ട്രീ ആക്കി വിഷ്വലൈസ് ചെയ്ത് ഈ നീലവട്ടങ്ങൾ എത്ര ഉണ്ട് നോക്കി അങ്ങനെ നമുക്കൊരു ഐഡിയ കിട്ടി എത്രത്തോളം ഇത് വിളിക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേ. ഇനി ഈ സെയിം സാധനം നമ്മൾ ഒരു കാര്യം നിങ്ങൾക്ക് ഞാൻ പെട്ടെന്ന് നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ പറഞ്ഞൊരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഈ ഫസ്റ്റ് ഈ ഏരിയ കൂടെ അല്ലേ പോയത്. 5 4 4 3 3 2 2 1 1 നമുക്ക് ഈ വാല്യൂസ് കിട്ടി. പിന്നെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒന്നും സെയിം ആണ്. ഇപ്പം നമ്മൾ ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ എന്ത് ചെയ്യും? നമ്മൾ ഓൾറെഡി കണ്ട ആൾക്കാർ ഒരു ഹാഷ് മാപ്പിൽ സ്റ്റോർ ചെയ്യും അല്ലേ. അങ്ങനെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ചാൽ ഇവിടെ കണ്ട് ഈ രണ്ടും ഈ രണ്ടും സെയിം ആണ്. മനസ്സിലായി? ഇതിൻ്റെ ആൻസർ ഇവിടെ 1 കിട്ടി, ഇവിടെ 1 തന്നെ. ഇതിൻ്റെ ആൻസർ എപ്പോഴും സെയിം ആയിക്കാരം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഹാഷ് മാപ്പിൽ ആഡ് ചെയ്യും. ഇതിനൊക്കെ ഹാഷ് മാപ്പിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു നീല കോൾ ഇവിടെ ഉണ്ടാവില്ല. 3 ഇവിടെ നമ്മൾ കണ്ടു ഓൾറെഡി. അപ്പോൾ ഇതും ഇവിടെ ഉണ്ടാവില്ല. അതൊന്നും ഇവിടെ കാണൂല. അപ്പോൾ ആകെ ഉള്ളത് ഈ 5 4 3 2 1 0. അതായത് മൊത്തത്തിൽ n തവണ ഇത് വിളിക്കുള്ളൂ. അപ്പോൾ ഓഫ് n എന്നുള്ള ഒരു കോംപ്ലക്സിറ്റി ഇവിടെ കിട്ടും. ഇത് നമ്മൾ ഡി പി കണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കിട്ടും. പക്ഷേ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇപ്പം എത്ര ഇതിൻ്റെ കോംപ്ലക്സിറ്റി ഞാൻ ഇവിടെ പറഞ്ഞത് ഇത് ഇവിടെ എത്ര നമ്മൾ 2n-1 ഇൻറ്റു ആണ്. അപ്പം ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണ്? ഓഫ് 2n-1 ഞാൻ എന്താ പറഞ്ഞില്ല, നമ്മൾ ഈ കോൺസ്റ്റൻസിനൊക്കെ ഒഴിവാക്കും അല്ലേ. അതായത് ഈ 1ൻ്റെ ആവശ്യമില്ല, ഇവിടെയുള്ള ഈ 1ൻ്റെ ആവശ്യമില്ല. അപ്പം ദിസ് ഈസ് ഈക്വൽ ടു ഓഫ് 2n. ഓഫ് 2n ആണ് ഇപ്പം നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയ ഈ ഒരു ആൽഗോരിതത്തിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട് വിചാരിക്കുന്നത്. ഈ 2n നിങ്ങൾക്ക് പെട്ടെന്ന് സെൻസ് ആവാൻ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുള്ള ഒരു ഐഡിയ. ഫസ്റ്റ് ഓഫ് ഓൾ എക്സ്പീരിയൻസ് വരും. രണ്ടാമത്തെ ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാം ഫംഗ്ഷൻ എഫ് ഓഫ് എൻ ആണ്. ഇവിടെ വിളിക്കുന്ന എഫ് ഓഫ് n-1 പ്ലസ് എഫ് ഓഫ് n-2. എത്രയാണ് വിളിക്കേണ്ടത്? 2 തവണ എന്നിൻ്റെ കോൺസ്റ്റൻസ് ഒഴിവാക്കി കഴിഞ്ഞാൽ 2n. അപ്പം ഇങ്ങനെ ഒരു പെട്ടെന്ന് ഷോർട്ട് ഇത് എക്സ്പീരിയൻസ് കൊണ്ട് കിട്ടുള്ളൂ. ഇത് ഇങ്ങനെ കാണാപ്പാടം പഠിക്കുന്നത് എല്ലാ ഫംഗ്ഷനും ഇത് സെയിം ആവണമെന്നില്ല. ഇവിടെ ഞാൻ എഫ് ഓഫ് ഫിബനാച്ചി ഓഫ് n-3 കൂടി ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഫംഗ്ഷന് ഫിബനാച്ചി ഓഫ് n-3 എന്നുണ്ടെങ്കിൽ ഇത് എത്ര ആവും? 3n ആവും. മനസ്സിലായോ? ജസ്റ്റ് ഷോർട്ട് കട്ട് നമുക്ക് എക്സ്പീരിയൻസ് വഴി മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് കുറച്ചുകൂടി എക്സാമ്പിൾസ് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത്. നമുക്ക് ഫാക്ടോറിയൽ നോക്കാം അല്ലേ. ഫാക്ടോറിയൽ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? ഫാക്ടോറിയൽ ഓഫ് n ഇസ് ഈക്വൽ ടു ഇഫ് n ഇസ് ഈക്വൽ ടു 0 റിട്ടേൺ 1. അതേപോലെ n ഇസ് ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിലും റിട്ടേൺ 1. ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു എഫ് ഓഫ് അല്ലെങ്കിൽ ഫാക്ടോറിയൽ ഓഫ് n-1 അല്ലേ. ഇങ്ങനൊരു ആൽഗോരിതം ഉണ്ടെന്ന് വിചാരിക്കുക. ഫാക്ടോറിയൽ പറഞ്ഞാൽ എന്താ? ഇപ്പം 4ൻ്റെ ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്രയാണ്? 12 24. ഇവിടെ 24 എന്നുള്ള ആൻസർ കിട്ടും അല്ലേ. അതുപോലെ 5 ഫാക്ടോറിയൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 ഇൻറ്റു
4ന്റെ ഫാക്ടോറിയൽ പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 ആണോ? അതെ, 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 24 എന്നാണ്. 5ന്റെ ഫാക്ടോറിയൽ എന്താണ്? 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1 അല്ലേ? അതായത് ഇതിന് ആൻസർ എത്ര? 120. അപ്പോൾ ഇങ്ങനെയാണ് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്ന ഒരു ആൽഗോരിതം ഞാൻ പെട്ടെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന് ടൈം കോംപ്ലക്സ് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ജസ്റ്റ് ഇവിടെ ഉണ്ടോ ഒരു റിക്കേഴ്സീവ് ഫംഗ്ഷൻ വിളിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒരു ഇത് ഏതാ n ഈസ് ഇക്വൽ ടു 5 എന്നിടാം. ഓക്കെ, ആദ്യം n ഈസ് ഇക്വൽ ടു 5, n ഈക്വൽ ടു 0 ആണോ അല്ല, n ഈക്വൽ ടു 1 ആണോ അല്ല. അപ്പോൾ അടുത്തത് n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1. അപ്പം അടുത്ത n മൈനസ് 1നെ വിളിച്ചു, അതായത് 4നെ വിളിച്ചു ഇൻറ്റു 5. 4 വന്നു, n ഇൻറ്റു n 0 അല്ല 1 അല്ല. അപ്പോൾ അടുത്ത ആളെ വിളിച്ചു. അടുത്ത ആളെന്താ? 3 അല്ലേ? 3നെ വിളിച്ചു ഇൻറ്റു 4. ഇവിടെ 4 ഈ കോൺസ്റ്റന്റിനാണ് ഞാൻ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് എഴുതുന്നത് കേട്ടോ. ഇനി 3 കഴിഞ്ഞു, 3 കഴിഞ്ഞിട്ട് ഇത് 0യും 1ഉം അല്ല. അപ്പോൾ അടുത്ത ആളെ വിളിച്ചു 2നെ വിളിച്ചു ഇൻറ്റു 3. ഓക്കെ, അടുത്ത ആളെ വിളിച്ചു, ആരാണ്? 1 ആരാ? n ഈക്വൽ ടു 1 ആണ്. അപ്പോൾ റിട്ടേൺ 1. ഓക്കെ, ഇവിടെ ഇൻറ്റു 2 എന്നുണ്ട്. എന്നിട്ട് അടുത്ത ആൾ ആരാണ്? അടുത്ത ആൾ 1. ഓക്കെ, അപ്പോൾ അതിന് ആൻസർ മേലോട്ടുമ്പോൾ ഈ 1 ഇൻറ്റു 2 ഇവിടേക്ക് എത്തും, 2 എന്നുള്ള ആൻസർ കിട്ടും. 2 ഇൻറ്റു 3 മേലേക്ക് എത്തും, ഇവിടെ 6 എന്ന് കിട്ടും. 6 ഇൻറ്റു 4 ഇവിടെ എത്ര? 24 എന്ന് കിട്ടും. 24 ഇൻറ്റു 5 ഇവിടെ 120 എന്ന് കിട്ടും. ഇപ്പോൾ ആൻസറായി. ഓക്കെ, എത്ര പച്ചവട്ടങ്ങളുണ്ട് ജസ്റ്റ് അതൊന്ന് നോക്കിയത്. പച്ചവട്ടങ്ങൾ കേട്ടോ. 1 2 3 4 5. n എത്രയായിരുന്നു? 5. നമ്മൾ എത്ര തവണ ഫംഗ്ഷനെ വിളിച്ചു? 5. അപ്പം ഇതിന് ടൈം കോംപ്ലക്സിറ്റി എന്താ? ഓഫ് n തന്നെയാണ്. മനസ്സിലായില്ലേ? നമ്മളിവിടെ ഇവൻ ദോ ഇറ്റ് ഈസ് n ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1, നമ്മൾ ആകെ ഒരു തവണ ഇതിനെങ്ങനെ വിളിക്കുന്നുള്ളൂ. എല്ലാ എലമെൻറ്റിനും ഒരു തവണ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ n മൈനസ് 1. അപ്പോൾ ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും എങ്ങനെയാണ് റിക്കേർഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ ടൈം കോംപ്ലക്സിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത് അല്ലേ. നമ്മൾ എന്ത് ചെയ്യുക? വിഷ്വലൈസ് ചെയ്യാൻ പറ്റുക. എത്രത്തോളം നമ്മൾ ഫംഗ്ഷൻ എങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് അതിനനുസരിച്ച് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. എത്ര കോൾ വരുന്നുണ്ട്, ആ കോളിൽ എത്ര ഇത് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം ഗുണം കിട്ടും. നിങ്ങൾക്ക് എവിടെ ഇങ്ങനെ നമ്മൾ നേരത്തെ ഫിബൊനാച്ചിയിൽ കണ്ട പോലെ എവിടെയും റിപ്പീറ്റേഷൻ ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ DP വെച്ചിട്ട് ഒഴിവാക്കാനൊക്കെ പറ്റും. പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. എത്ര തവണ ഫംഗ്ഷൻ വിളിക്കുന്നുണ്ടൊക്കെ അതിനെ ബേസ് ചെയ്തിട്ട് ആ n ഈസ് ഇക്വൽ ടു ആ നമ്പറും ആ നമ്പർ ഓഫ് ഫംഗ്ഷൻ കോൾ എന്ന് വെച്ചാൽ നിങ്ങളൊരു മാത്തമാറ്റിക്കൽ റിലേഷൻ ഉണ്ടാക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 2n ആണോ, n² ആണോ, അല്ലെങ്കിൽ n³ ആണോ, അല്ലെങ്കിൽ എന്താ പറയുക 3n ആണോ, എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. കൂടുതൽ ഈ ടൈം കോംപ്ലക്സും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ ലീഡ് കോഡിൻ്റെ വീഡിയോസ് കണ്ടു നോക്കുക. ഓക്കെ, നമ്മൾ ഇതിൽ കുറേ ലീഡ് കോഡ് അല്ലെങ്കിൽ നമ്മൾ ബ്ലൈൻഡ് 75ൻ്റെ ലിസ്റ്റ് ഇതിലൊക്കെ പ്രോബ്ലം ചെയ്യേണ്ടത് ഇതിനൊക്കെ ലാസ്റ്റ് നമ്മൾ ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും പറയുന്നുണ്ട്. അപ്പം ആ ലോജിക്ക് വെച്ചിട്ട് എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്തത്, എങ്ങനെയാണ് എഫിഷ്യൻ്റ് ആക്കിയതെന്നൊക്കെ ഞാൻ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത്. ഡൗട്ടും കാര്യങ്ങളും ഡെഫിനറ്റ്ലി നമ്മളോട് കമൻറ്റ് ചെയ്ത് ചോദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മൾ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസിനും പ്ലേലിസ്റ്റിനുള്ളതും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നേക്കാരും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.